പരിഹാരമായി മാറുവാൻ ദൈവം നമ്മെ We ഉപയോഗിക്കും. read in the Gospel of Luke, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് Jesus was sitting among the teachers. യേശു പഠിപ്പിക്കുന്നവരുടെ കൂടെ അധ്യാപകരുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ Jesus was listening from the teachers. അവർ പറയുന്നത് യേശു കേട്ടുകൊണ്ടിരുന്നു. Jesus was understanding the teachers. അവർ പറയുന്നത് യേശു മനസ്സിലാക്കുന്നു. Jesus was questioning the teachers. യേശു അവരെ ചോദ്യം ചെയ്തു. And after that the Bible says അത് കഴിഞ്ഞ വേദപുസ്തകം he was പറയുന്നത് answering the people. താൻ ജനത്തിന് മറുപടി കൊടുക്കുന്നതായിട്ട്. If you want to be the answer for the problem of the people, നിങ്ങൾ ജനത്തിന്റെ പ്രശ്നത്തിന് പരിഹാരമായി തീരണമെങ്കിൽ learning. പഠിച്ച് തീർന്നെങ്കിലേ പറ്റൂ. One more time, if you don't mind, how many you are ready to listen to the word of God? ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ദൈവവചനം പഠിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? Could you please turn your Bible to the 1 Peter? നമുക്ക് നമ്മുടെ വചനം 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. I want to talk to you from the 1 Peter. ഞാൻ 1 പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 5 chapters are there. 5 അധ്യായങ്ങൾ അവിടെയുണ്ട്. 6 things are spoken there. 6 things are 6 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. that I want to talk to you this അതാണ് morning. ഇന്ന് പകൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. Number 1, he talks about salvation. അവിടെ രക്ഷയെ കുറിച്ച് സംസാരിക്കുന്നു. What is mean by salvation? എന്താണ് രക്ഷ എന്ന് പറഞ്ഞാൽ At chapter 1 verse 3 onwards, 1-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം മുതൽ he talks about salvation. അവിടെ രക്ഷയെ കുറിച്ച് പറയുന്നു. And after that he talks about sanctification. അതിനുശേഷം നീതീകരണത്തെ കുറിച്ച് പറയുന്നു. And after that he talks about sanctuary, the church. അതിനുശേഷം സഭ എന്ന ആലയത്തെ കുറിച്ച് പറയുന്നു. Then he talks about submission. അതിനുശേഷം സമർപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. Then he talks about suffering. അതിനുശേഷം കഷ്ടതയെ കുറിച്ച് പറയുന്നു. And after that he talks about serving. അതിനുശേഷം സേവിക്കുന്നതിനെ കുറിച്ച് ശുശ്രൂഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നു. 6 important things Peter is talking. 6 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പത്രോസ് പറയുന്നത്. Chapter 1 verse 3. 1-ാം അധ്യായം 3-ാം വാക്യം. Chapter 1 verse 13. 1-ാം അധ്യായം 13-ാം വാക്യം. Chapter 2 verse 4. 2-ാം അധ്യായം 4-ാം വാക്യം. Chapter 2 verse 13. 2-ാം അധ്യായം 13-ാം വാക്യം. Chapter 3 verse 13. 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. Chapter 5 verse 1. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. If you read all these, ഇതെല്ലാം നാം വായിച്ചാൽ these are the 6 things Peter wants to talk to you. അവിടെ പത്രോസ് പറയുന്ന 6 കാര്യങ്ങൾ ഇതാണ്. One is salvation. 1 രക്ഷ. Sanctification, that is a pure life. നീതീകരണം എന്ന വിശുദ്ധ ജീവിതം. Number 3, sanctuary, the church. 3-ാമതായിട്ട് സഭ എന്ന ദേവാലയം. 4th is submission. 4-ാമതായി സമർപ്പിക്കുക. 5th one is suffering. 5-ാമത് കഷ്ടത. And how to serve the house of God. 6-ാമതായിട്ട് എങ്ങനെ ദൈവസഭയിൽ ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാം. If I put in another word, ഞാനതൊരു മറ്റ് ആശയത്തിൽ ഇട്ടാൽ he's talking about new birth. അവിടെ പുതിയ ജനനത്തെ കുറിച്ചാണ് താൻ പറയുന്നത്. Say everybody, പുതിയ ജനനം. പുതിയ ജനനം എന്നൊന്ന് പറയാമോ? One more time, new birth. ഒന്നുകൂടെ പുതിയ ജനനം. He talks about new birth. അവിടെ പുതിയ ജനനത്തെ കുറിച്ചാണ് പറയുന്നത്. Then he talks about a new life. അത് കഴിഞ്ഞ പുതിയ ജീവനെ കുറിച്ച് പറയുന്നു. When we have got a new birth, നമുക്കൊരു പുതിയ ജനനം കിട്ടിയാൽ we have got a new life. നമുക്കൊരു പുതിയ ജീവനുണ്ട്. And when we have got a new life, നമുക്കൊരു പുതിയ ജീവനുണ്ടെങ്കിൽ we need to have a new home. നമുക്ക് ഒരു പുതിയ ഭവനം വേണം. That is the church of the living God. അതാണ് ജീവനുള്ള ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത്. And when we are staying in a new house, നമ്മൾ ഒരു പുതിയ വീട്ടിലായിരിക്കുമ്പോൾ we need a new mentality, new attitude. നമുക്കൊരു പുതിയ മനോഭാവം വേണം. And when we have a new attitude, നമുക്കൊരു പുതിയ മനോഭാവം ഉള്ളപ്പോൾ, and when the troubles, difficulties, problems coming in my life, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളുടെ പ്രശ്നങ്ങളുടെയും വെല്ലുവിളികളുടെയും നടുവിൽ we understand a new purpose. നമ്മൾ ഒരു പുതിയ ഉദ്ദേശം ലക്ഷ്യം മനസ്സിലാക്കുന്നു. And finally, അവസാനമായി we have got a new responsibility. നമുക്കൊരു പുതിയ ഉത്തരവാദിത്തമുണ്ട്. One more time I want to talk to you about 6 things. ഈ 6 കാര്യങ്ങളെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാനൊന്ന് പറയട്ടെ. New birth, പുതിയ ജനനം, new life, പുതിയ ജീവിതം, new home,
പുതിയ ഭവനം, new attitude, പുതിയ മനോഭാവം, new purpose, പുതിയ ലക്ഷ്യം, new responsibility. പുതിയ ഉത്തരവാദിത്വം. Hallelujah. ഹല്ലേലൂയ. I want to talk to you about salvation this morning. ഇന്ന് പകൽ രക്ഷയെ കുറിച്ചാണ് ഞാൻ പറയുവാൻ You ആഗ്രഹിക്കുന്നത്. may be asking a question like this. ഒരുപക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേക്കാം. Oh, Pastor, I am God saved. പാസ്റ്ററെ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, I am a child of God. ഞാൻ ഒരു ദൈവ പൈതലാ, I am born again. ഞാൻ വീണ്ടും ജനിച്ചതാ, I am a pastor. ഞാൻ ഒരു പാസ്റ്ററാ. That's what Peter is writing to the people who are already saved. പത്രോസ് അത് തന്നെയാണ് അവിടെ പറഞ്ഞു വരുന്നത്. He is writing to the church members there. അവിടെ താൻ സഭയിലെ വിശ്വാസികൾക്കാണ് എഴുതുന്നത്. When we understand the truth that we hold deeply in our life, നമ്മുടെ ജീവിതത്തിൽ നമ്മെ മുറുകെ പിടിക്കുന്നതായ ആ സത്യം നാം മനസ്സിലാക്കുമ്പോൾ we become more strong in our life. നാം നമ്മുടെ ജീവിതത്തിൽ കുറെ കൂടെ കരുത്തരും We ശക്തരുമാകുകയാണ്. will be becoming more bold in our life. നമ്മുടെ ജീവിതത്തിൽ നാം കുറെ കൂടെ ധൈര്യശാലികളായി So മാറും. therefore I want to talk to you about salvation. അതുകൊണ്ട് ഞാൻ ഇന്ന് രക്ഷയെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. May I request everybody to say salvation, everybody? നിങ്ങൾ എല്ലാവരും ഉറക്കെ ഒന്ന് പറയാമോ? രക്ഷ എന്നത്, രക്ഷ Loudly. ഉറക്കെ ശബ്ദത്തോടെ. Salvation, salvation, salvation. രക്ഷ, രക്ഷ, രക്ഷ. Paul says like this. പൗലോസ് ഇങ്ങനെ പറയുന്നു, Salvation is our security. രക്ഷ എന്നതാണ് നമ്മുടെ സുരക്ഷിതത്വം. That gives me the security in my life. അതാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് സുരക്ഷിതത്വം തരുന്നത്. We should know that I am a saved child of God. നാം ഓരോരുത്തരും അറിയണം, നാം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. And chapter 1 verse 3 to 12 ഒന്നാം അധ്യായം അതിന്റെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ is talking about salvation, 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 salvation. രക്ഷ, 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 രക്ഷ ഇതിനെ കുറിച്ചാണ്. There are 4 names he gives for the salvation. രക്ഷ എന്ന ആശയത്തിന് താൻ 4 പദങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. If you read chapter 1 verse 3, ഒന്നാം അധ്യായത്തിന്റെ 3-ാം വാക്യം നാം വായിച്ചാൽ it is called regeneration. അവിടെ വീണ്ടും ജനനം എന്ന ആശയം താൻ പറയുന്നു. It's talking about new birth. അവിടെ പുതിയ ജനനം എന്നത് താൻ പറയുന്നു. In 1981 that happened in my life. 1981 അത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. I was a Muslim. ഞാൻ ഒരു മുസ്ലിം ആയിരുന്നു. I was a priest in my mosque. ഞങ്ങളുടെ മോസ്കിൽ ഞാൻ ഒരു പുരോഹിതനായിരുന്നു. I used to teach the Quran to the young boys and people. അവിടെ വരുന്ന യൗവനക്കാരായ ആൺകുട്ടികൾക്കും മറ്റുള്ളവർക്കും ഞാൻ ഖുർആൻ പഠിപ്പിക്കുമായിരുന്നു. One day Jesus came in my life. ഒരു ദിവസം യേശു എന്റെ ജീവിതത്തിൽ വന്നു. And he changed my life. എന്റെ ജീവിതത്തെ യേശു മാറ്റി. Not from Islam to Christianity. ഒരു മുസൽമാനിൽ നിന്ന് ക്രിസ്ത്യാനിയാക്കുകയല്ലായിരുന്നു. Lifeless life to the full of life. ജീവനില്ലാത്ത അനുഭവത്തിൽ നിന്ന് ജീവൻ തുളുമ്പുന്ന അനുഭവത്തിലേക്ക്. Hallelujah. Hallelujah. That is what the new life is. അതാണ് പുതിയ ജനനം എന്ന് You പറയുന്നത്. may be remembering what Jesus said to the Nicodemus in Gospel of John. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിക്കോദീമോസിനോട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? If you are not born again, നീ വീണ്ടും ജനിച്ചില്ല you എങ്കിൽ cannot enter into the kingdom of God. ഈ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. We talk to this word to the nominal Christians. ഇത് നാമധേയ വിശ്വാസി ക്രിസ്ത്യാനികളോട് പറഞ്ഞ We say this word to the nominal Christians. This word we usually say to the nominal Christians. ഈ ഒരു പദം നിങ്ങൾ നാമധേയ ക്രിസ്ത്യാനികളോട് പറഞ്ഞ. But this morning I want to ask you. എന്നാൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. Let us ask to ourselves. നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം. Am I really born again? ഞാൻ വീണ്ടും ശരിക്കും ജനിച്ചിട്ടുണ്ടോ? Have I been a child of God? ഞാൻ ഒരു ദൈവ പൈതലാണോ? So new life is required in our life. അതുകൊണ്ട് ഒരു പുതിയ ജീവൻ നമ്മളിൽ ആവശ്യമാണ്. And he says when the seed is fallen down, അവിടെ പറയുന്നത് ഒരു വിത്ത് നിലത്ത് വീണാൽ and after that it grows. അത് വളരുന്നു. 2 things required
to have the new life. പുതിയ ജീവൻ പ്രാപിക്കുവാനായി രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. One is the word of God. ഒന്ന് ദൈവവചനം. Another one is the spirit of God. രണ്ട് ദൈവത്തിന്റെ ആത്മാവ്. Mother Mary one day asked like this. മേരി മറിയ ഇങ്ങനെ കർത്താവിനോട് ചോദിച്ചു, How this is possible that I am not married, I can have a child? താൻ ദൂതനോട് പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കും? And angel of the Lord says like this. ദൂതൻ ഇങ്ങനെ പറഞ്ഞു, I am bringing the word of God. ഞാൻ ദൈവത്തിന്റെ വചനമാണ് കൊണ്ടുവരുന്നത്. Holy Spirit will come upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും. When the word of God and the Holy Spirit merges together, ദൈവവചനവും പരിശുദ്ധാത്മാവും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ a child is going to be born. അവിടെയാണ് ഒരു ശിശു ജനിക്കുന്നത്. And that child is Jesus. ആ ശിശുവാണ് യേശു. Hallelujah. Hallelujah. We need the Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവിനെ We need the ആവശ്യമാണ്. word of God. നമുക്ക് ദൈവവചനം There ആവശ്യമാണ്. are people who emphasize too much on the work of the Holy Spirit. ഒത്തിരി പേര് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയിൽ ഊന്നൽ കൊടുക്കാറുണ്ട്. And they ignore the word of God. എന്നിട്ട് അവര് ദൈവവചനത്തെ അവഗണിക്കുന്നു. And there are some people who emphasize the power of the word of God. എന്നാൽ ചിലര് ദൈവവചനത്തിന്റെ ശക്തിയിൽ ഊന്നൽ കൊടുക്കുന്നു. But they deny the power of the Holy Spirit. അപ്പോൾ അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ അവഗണിക്കുന്നു. When the word of God and the Holy Spirit comes, എന്നാൽ ദൈവവചനവും പരിശുദ്ധാത്മാവും വരുമ്പോൾ a new child is born. ഒരു പുതിയ ശിശു ജനിക്കുന്നു. And that child is Jesus ആ Christ. ശിശുവാണ് യേശുക്രിസ്തു. Paul says like this. പൗലോസ് ഇങ്ങനെ പറയുന്നു, It's no longer I live. ഞാനല്ല ഇനിയും ജീവിക്കുന്നത്, Jesus Christ lives in me. യേശു എന്നിൽ ജീവിക്കുന്നു. Jesus is in me. യേശു When എന്നിലുണ്ട്. Jesus is in me, യേശു എന്നിലുള്ളപ്പോൾ nothing is impossible. Nothing is impossible. ഒന്നും അസാധ്യമല്ല. We are able to do everything. നമുക്ക് സകലവും ചെയ്യുവാൻ സാധിക്കും. Someone said like this. ആരോ ഇങ്ങനെ പറഞ്ഞു, There are two people who are able to do everything. രണ്ട് കൂട്ടരുണ്ട് സകലവും ചെയ്യുവാൻ കഴിയുന്നവർ. One is the Almighty living God. ഒന്ന് ജീവനുള്ള സർവശക്തനായ ദൈവം. Number two, another group of the people who believe in the Almighty God. രണ്ടാമത്തവര് ആ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനം. Therefore, this morning I would like to tell you, അതുകൊണ്ട് ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയട്ടെ, everything is possible with you. എല്ലാം നിങ്ങളാൽ സാധ്യമാണ്. Because you are a child of God. കാരണം നിങ്ങൾ ഒരു ദൈവ പൈതലാണ്. Because the Holy Spirit is in you. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. Because the word of God is in you. നിങ്ങളുടെ അകത്ത് ദൈവവചനമുണ്ട്. Recollect the word of the angel which came to Mother Mary. യേശുവിന്റെ അമ്മയായ മറിയയുടെ അടുക്കൽ വന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് തിരിച്ച് Nothing which comes from God is going to be going in vain. ദൈവത്തിൽ നിന്ന് വന്ന ഒന്നും പാഴായിട്ട് പോകുകയില്ല. Therefore, if you have come this morning to the meeting, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ ഈ മീറ്റിംഗിൽ വന്നത്, oh, will not happen, will not happen, will not happen. ഇത് നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. God is able to do the things in your life. ദൈവത്തിന് പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ God is the പറ്റും. Almighty God. ദൈവം സർവശക്തനായ ദൈവമാണ്. I can do. ദൈവത്തിന് സകലവും കഴിയും. A child of God says like this. ഒരു ദൈവ പൈതൽ പറയുന്നു, I can do. എനിക്ക് ചെയ്യുവാൻ കഴിയും. Why? എന്തുകൊണ്ട്? I am a child of God. ഞാൻ ഒരു ദൈവ I am പൈതലാണ്. a born again. ഞാൻ വീണ്ടും ജനിച്ചതാണ്. Holy Spirit is in me. പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. Word of God is in me. വചനം എന്നിലുണ്ട്. I am born again. ഞാൻ വീണ്ടും ജനിച്ചതാണ്. There is another word Peter uses for the salvation. രക്ഷയ്ക്ക് പത്രോസ് ഉപയോഗിക്കുന്ന മറ്റൊരു പദമുണ്ട്. That is there in verse 23. അത് 23-ാം വാക്യത്തിലുണ്ട്. That is called redemption. അത് വീണ്ടെടുപ്പ് എന്നതാണ്. Hallelujah. ഹല്ലേലൂയ. The first picture is talking about the seed and the plant. ആദ്യത്തെ ചിത്രത്തിൽ ഒരു വിത്തും ആ വളർന്നു വരുന്ന വൃക്ഷത്തെ കുറിച്ചും പറയുന്നു. That is how he is explaining the salvation. അങ്ങനെയാണ് രക്ഷയെ താൻ ചിത്രീകരിക്കുന്നത്. But now he is giving another picture. എന്നാൽ
ഇവിടെ ഇപ്പോൾ താൻ വേറെ ഒരു ചിത്രം Oh, തരികയാണ്. I am somewhere as a slave to some master. ഞാൻ എവിടെയോ ഏതോ ഒരു യജമാനൻ അടിമയായി I നിൽക്കുന്നവൻ. was not free there. ഞാൻ അവിടെ സ്വാതന്ത്ര്യം I had a അനുഭവിച്ചില്ല. desire to enjoy the freedom. ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ആഗ്രഹിച്ചു. But I was bondage. I was in the great bondage. എന്നാൽ അവിടെ ഞാൻ ഒരു ബന്ധനത്തിലായിരുന്നു. But something happened. എന്നാൽ എന്തോ ഒന്ന് സംഭവിച്ചു. A lamb was slain for me. എനിക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. And I am redeemed now. ഞാൻ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. I am not in Pharaoh. I am not in Egypt. ഞാൻ ഇപ്പോൾ ഇനി മിസ്രൈമിലല്ല. I am not under the power of Pharaoh. ഞാൻ ഇപ്പോൾ ഇനി ഫറവോന്റെ അടിമത്തത്തിലല്ല. I am delivered from the power of the darkness. ഞാൻ അന്ധകാരത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. I am free. I am free. I am free. ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്രനാണ്, സ്വതന്ത്രയാണ്. Some believers do not enjoy these things. ചില വിശ്വാസികൾ ഇത് ആസ്വദിക്കാറില്ല. Always they think Satan is there. എപ്പോഴും അവര് പറയുന്നത് പിശാചന്റെ പുറകെയുണ്ട്. I was in Kerala ഞാൻ കേരളത്തിലായിരുന്നു. and I have seen so many prophets like this. ഇതുപോലെയുള്ള ഒത്തിരി പ്രവാചകന്മാരെ ഞാൻ They കണ്ടു. always say Bandhanam, 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 Bandhanam. അവരെപ്പോഴും എന്നോട് പറയുന്നത് ബന്ധനം 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 എന്നാണ്. To that prophet you should say like this. ആ പ്രവാചകനോട് നിങ്ങൾ ഇങ്ങനെ പറയണം. Once upon a time I was in Bandhanam. ഞാൻ ഒരിക്കൽ ബന്ധനത്തിലായിരുന്നു. But now I am delivered by the Bandhanam. എന്നാൽ ഇപ്പോൾ ഞാൻ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. ഫറോനു ഞാനിനി അടിമയല്ല. ഫറോനു ഞാനി അടിമയല്ല. മസിയോൻ നനല്ല പരം. സങ്കടങ്ങൾ തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നു പോയി. കടന്നു പോയി. ഫറോനു ഞാൻ ഇനി അടിമയല്ല. ഫറോനു ഞാൻ ഇനി അടിമ. പരാമസിയോൻ That's right. ഞാൻ അന്യനല്ല. പരാമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഞാൻ ഇനി അടിമയല്ല. ഫറവോന് ഞാൻ ഇനി അടിമയല്ല. പരാമസിയോനിൽ ഞാൻ അന്യനല്ല. പരാമസിയോനിൽ ഞാൻ അന്യനല്ല. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. When somebody comes and tells you നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഒന്ന് and പറയുകയാണ്, says you are a bandhanam, bandhanam, bandhanam. ബന്ധനം ബന്ധനം ബന്ധനമെങ്കിലും പറഞ്ഞാൽ ഈ പാട്ടുകാരൻ ഇവിടെ തന്നെ ഇരുന്നാട്ടെ, ഇവിടെ തന്നെ ഇരുന്നാട്ടെ. അവിടെ പോയാൽ പിന്നെ ഇറങ്ങി കയറി വരണ്ടേ? സോ ഇവിടെ തന്നെ കസാര കൊടുത്തിട്ട് അവിടെ തന്നെ ഇരിക്കട്ടെ. If somebody says bandhanam, 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 ആരെങ്കിലും നിങ്ങളോട് ബന്ധനം 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 എന്ന് പറഞ്ഞാൽ you should tell them like this. നിങ്ങൾ അവരോട് പറയണം, സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം, deliverance, deliverance, deliverance. വിടുതൽ വിടുതൽ സ്വാതന്ത്ര്യം എന്ന് പറയണം. Hallelujah. ഹല്ലേലൂയ. I am delivered man. ഞാൻ വിടുവിക്കപ്പെട്ട വ്യക്തിയാണ്. I am not under Satan. ഞാൻ പിശാചിന്റെ കീഴിലല്ല. I am not in the world. ഞാൻ ലോകത്തിലല്ല. I am not in the Egypt. ഞാൻ മിസ്രൈമിലല്ല. I am not under the power of Pharaoh. ഞാൻ ഫറവോന്റെ ശക്തിയുടെ I am under the കീഴിലല്ല. power of the Almighty ഞാൻ God. സർവശക്തനായ Hallelujah. ദൈവത്തിന്റെ No, ശക്തിയിലാണ്. no evil can do anything to me. ഒരു ദുഷ്ടനും എന്നോടൊന്നും God is ചെയ്യാൻ with me. ദൈവം എന്റെ കൂടെയുണ്ട്. I am redeemed. I am redeemed. I am redeemed. ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. Yes. വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. Say loudly together. അത് ഉറക്കെയൊന്ന് I am പറഞ്ഞു. redeemed. I am redeemed. I am redeemed. ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു.
നൽകപ്പെട്ടിരിക്കുന്നു. what you think, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ, what you believe, നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ, what you utter, നിങ്ങൾ എന്ത് വിളിച്ചു that പറയുന്നുവോ, happens in our lives. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ I am നടക്കുന്നത്. redeemed, I am redeemed, I am redeemed. ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Number 3. മൂന്നാമതായി First word is regeneration. ഒന്നാമത്തെ വാക്ക് വീണ്ടും ജനനം. Verse 3. മൂന്നാം വാക്യം Verse 23. 23-ാം വാക്യം Redemption. വീണ്ടും വീണ്ടെടുപ്പ്. Yeah. Third one is, മൂന്നാമതായി that is chapter 2 verse 23. രണ്ടാം അധ്യായത്തിന്റെ 23-ാം വാക്യം Restoration. യഥാസ്ഥാനം. Yeah, I was like a sheep gone away. ഞാൻ കൂട്ടം തെറ്റിപ്പോയ ആടിനെ പോലെ ആയിരുന്നു. I was not with the shepherd, ഞാൻ ഇടയന്റെ കൂടെ അല്ലായിരുന്നു. but now I am brought to the shepherd now. എന്നാൽ ഇപ്പോൾ ഞാൻ ഇടയന്റെ അടുക്കലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. I am not alone. ഞാൻ ഏകനായിട്ടല്ല, I am with my shepherd. ഞാൻ എന്റെ ഇടയന്റെ കൂടെയാണ്. We should understand that. നാം അത് മനസ്സിലാക്കണം. David says like this, ദാവീദ് ഇങ്ങനെ പറയുന്നു, the Lord is my shepherd യഹോവ എന്റെ ഇടയനാകുന്നു, and I lack nothing in my life. എന്റെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ല. God is not God to me. ദൈവം എനിക്ക് ദൈവമായിട്ട് മാത്രമല്ല, He is God. I don't deny that. ദൈവം ദൈവമാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. He is a sovereign God. താൻ സർവശക്തനായ He is a ദൈവമാണ്, powerful God. താൻ ശക്തിമാനായ ദൈവമാണ്, He is invisible God. അദൃശ്യനായ ദൈവമാണ്. But that God is not a God to me. എന്നാൽ ആ ദൈവം ഒരു ദൈവമായിട്ടല്ല എനിക്ക് That is, നിൽക്കുന്നത്. He is a shepherd for me. ആ ദൈവം എനിക്ക് എന്റെ Hallelujah. ഇടയനായിട്ടാണ് ഇരിക്കുന്നത്. Hallelujah. Hallelujah. If He is a shepherd, താനൊരു ഇടയനാണെങ്കിൽ I will lack nothing in my life. എന്റെ ജീവിതത്തിൽ ഒന്നിനും കുറവ് വരില്ല. There are 7 pictures in that psalm. ആ സങ്കീർത്തനത്തിൽ 7 ചിത്രങ്ങളുണ്ട്. Greenery, the picture of a greenery. ഇതാ അവിടെ പച്ചിപ്പായി കിടക്കുന്ന ഇടം, And pachapull is there. പച്ചപ്പുല്ലുള്ള ഇടം, And the straight path is there. അവിടെ ഇതാ നീതിയുടെ പാതയുണ്ട്. And there is a table full of fruit and all that, food and all that. ഇതാ ഭക്ഷണം നിറഞ്ഞിരിക്കുന്ന ഒരു മേശ, And there is a house of God. അവിടെ ദൈവത്തിന്റെ ഭവനമുണ്ട്. So many pictures are there. അങ്ങനെ ഒത്തിരി ചിത്രങ്ങൾ കാണാം. And after that there is another picture. എന്നാൽ അത് കഴിഞ്ഞൊരു ചിത്രമുണ്ട്. It's a dark picture. അതൊരു ഇരുണ്ട ചിത്രമാണ്. David says like this, ദാവീദ് ഇങ്ങനെ പറയുന്നു, even if I walk through the valley of the shadows of the death, ഇതാ ഞാൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലോ I will fear no evil. ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. Hallelujah. ഹല്ലേലൂയ. He is with me. കാരണം ദൈവം എന്റെ കൂടെയുണ്ട്. He is not doing anything at all. He is not doing. ദൈവം ഒന്നും ചെയ്യുന്നില്ല. But I know He is with me. എന്നാൽ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. When I know that, ഞാൻ അത് അറിയുമ്പോൾ I can change the valley of the death to the valley of life. ആ മരണനിഴലിൻ താഴ്വരയെ ജീവന്റെ താഴ്വരയാക്കി എനിക്ക് മാറ്റുവാൻ പറ്റും. He is my shepherd. ദൈവമാണ് എന്റെ ഇടയൻ. I went away from Him. ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയതാ. But today I have come back. എന്നാൽ ഇന്ന് ഞാൻ മടങ്ങി വന്നു. I would like to ask you, brothers and sisters, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, and the people who are listening to me today, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് you have ചോദിക്കട്ടെ, gone away from the presence of the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പോയെങ്കിൽ The Lord is saying like this, ദൈവം ഇങ്ങനെ പറയുന്നു, hey my son, my daughter, എന്റെ പ്രിയ മകനെ മകളെ, come to me. എന്നിലേക്ക് മടങ്ങി Come വരിക, to me. എന്നിലേക്ക് വരിക, I will give you rest. ഞാൻ നിങ്ങൾക്ക് വിശ്രാമം തരും. I was a Muslim. ഞാൻ ഒരു മുസ്ലിം ആയിരുന്നു. I ran away from my home, ഞാൻ എന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയി. discontinued my college. എന്റെ വിദ്യാഭ്യാസം മുടക്കി. I lost my good job. എന്റെ നല്ല ജോലി നഷ്ടപ്പെട്ടു. I ran away from my family. എന്റെ കുടുംബത്തിൽ നിന്ന് ഓടി. And I was suffering by a terrible sickness. ഒരു വലിയ രോഗത്താൽ ഞാൻ ഭാരപ്പെട്ടു. And some Malayalis from Kerala came to Belgaum and started sharing the gospel to me in Malayalam, which I didn't understand. ഏതോ കുറെ മലയാളികൾ ബെൽഗാമിൽ വന്ന മലയാള
മലയാളത്തിൽ എന്നോട് സുവിശേഷം പങ്കുവെച്ചു. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല. I did not understand English at that time. അന്ന് എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ലായിരുന്നു. And they gave me a Bible. അവരെന്നിട്ട് എനിക്കൊരു വേദപുസ്തകം And തന്നു. when I was reading the Bible, എന്നാൽ ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ and I came to Matthew chapter 11 verse 28 to 29, 13. അവിടെ ഞാൻ മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ Oh, വന്നു. ye labor under heavy burden, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, all of you, അങ്ങനെയുള്ളവരെല്ലാവരും come to me, I will give you rest. എന്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരും. When I started coming to the Lord Jesus Christ, അങ്ങനെ ഞാൻ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുവാൻ തുടങ്ങി. it took about 8 or 9 months to do that. അത് ചെയ്യുവാനായിട്ട് ഏതാണ്ട് 8-9 മാസം എടുത്തു. Lot of problems. ഒത്തിരി പ്രശ്നങ്ങൾ, Though many things were attracting me to Christ, ഒത്തിരി കാര്യങ്ങൾ എന്നെ ക്രിസ്തുവിലേക്ക് but ആകർഷിക്കുന്നുണ്ടെങ്കിലും so many were pulling me from Christ. അപ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ എന്നെ ക്രിസ്തുവിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ടായി. One day I was there in a prayer meeting, ഒരു ദിവസം ഞാൻ അവിടെ ഒരു പ്രാർത്ഥനാ കൂട്ടത്തിൽ ഇരുന്നു. and first time I prayed. ആദ്യമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. I prayed a prayer from the Quran. ഞാൻ ഖുറാനിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. There is a verse in the Quran, in the first chapter of the Quran. ഖുറാന്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്. अहदिना सिरातल मुस्तकीमा सिरातल लज़ीना ला, मुझे सही रास्ते पर चला, Lord God Almighty, lead me into a right path. സർവശക്തനായ ദൈവമേ, എന്നെ നേരായ പാതയിലേക്ക് I want to know you. എനിക്ക് അങ്ങേ അറിയണം. I was suffering by a terrible sickness. ഞാൻ ഒരു വലിയ രോഗത്താൽ I പീഡിതനായിരുന്നു. had lost a good job. എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, I had നഷ്ടപ്പെട്ടു. discontinued my college. ഞാൻ എന്റെ പഠനം മുടക്കി. I had run away from my parents and they did not know where I am. ഞാൻ എന്റെ മാതാപിതാക്കളിൽ നിന്ന് ഓടിപ്പോയി. ഇപ്പോൾ അവർക്ക് ഞാൻ എവിടെയാണെന്ന് ആ സമയത്ത് Sometimes I അറിയില്ല. used to hold the hair of my head and I used to dash against the wall and used to scream, peace, peace, peace. ചില സമയങ്ങളിൽ ഞാൻ ഒരു തല പോലും ഭിത്തിയിൽ കൊണ്ടുപോയി ഇടിച്ചിട്ട് സമാധാനം വേണം, സമാധാനം വേണം, സമാധാനം വേണമെന്ന് I കരയും. was a restless boy. ഞാൻ സ്വസ്ഥതയില്ലാത്ത ഒരു മനുഷ്യനായി. When I prayed one Thursday night this simple prayer, ഒരു വ്യാഴാഴ്ച രാത്രി ഈ ലളിതമായ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു. the peace of God started flooding in my heart. ദൈവത്തിന്റെ സമാധാനം എന്റെ അകത്ത് വെള്ളം പോലെ And a ഒഴുകുവാൻ voice തുടങ്ങി. started coming from me. എന്നെ അകത്തു നിന്ന് ഇങ്ങനെ വരുവാൻ തുടങ്ങി. Voice started coming from me ഒരു like this. ശബ്ദം എന്റെ അകത്തു നിന്ന് ഇങ്ങനെ വരുവാൻ തുടങ്ങി. Christ is the Savior. Christ is the Savior. Christ is the Savior. Christ is the Savior. That night Nuruddin Mullah gave his life to the Lord Jesus Christ. ക്രിസ്തുവാണ് രക്ഷിതാവ്, Yes. ക്രിസ്തുവാണ് രക്ഷിതാവ്, ക്രിസ്തുവാണ് രക്ഷിതാവ് എന്ന ആ ശബ്ദം അകത്തു നിന്ന് വന്ന അന്ന് രാത്രി നൂറുദ്ദീൻ മുള്ള കർത്താവിന് വേണ്ടി തന്റെ ജീവൻ സമർപ്പിച്ചു. My heart was filled with the joy. എന്റെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. And we came out and I told these brothers, I felt very happy when I was praying. ഞാൻ പുറത്തു വന്നിട്ട് ഈ സഹോദരങ്ങളോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷവും സമാധാനവും അനുഭവം. They were more than happy than me, I tell you. ഞാൻ എന്നേക്കാൾ അധികം സന്തോഷം അവർക്കായിരുന്നു. And they took me back to the prayer chamber. അവരെ വീണ്ടും എന്നെ പ്രാർത്ഥന മുറിയിലേക്ക് കൊണ്ടുപോയി. I made a sinner's prayer. ഞാൻ അവിടെ രക്ഷയ്ക്കുള്ള പ്രാർത്ഥന ഏറ്റുപറഞ്ഞു. Jesus came in my life. യേശു എന്റെ ജീവിതത്തിൽ വന്നു. He gave peace in my life. എന്റെ ജീവിതത്തിൽ താൻ സമാധാനം തന്നു. I used to conduct so many open air meetings in Kerala. കേരളത്തിൽ ഒത്തിരി പരസ്യയോഗങ്ങൾ ഞാൻ And നടത്തിയിട്ടുണ്ട്. I used to sing like this. ഞാൻ ഇങ്ങനെ പാടുമായിരുന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഓ യേശുവിൻ നാമം, എൻ യേശുവിൻ നാമം എൻ ജീവിതത്തിലെ ആശ്രയമേ. ഞാനെന്നും സ്തുതിക്കും
ഞാനെന്നും വാഴ്ത്തുമെന്നേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. ഞാനെന്നും സ്തുതിക്കും, ഞാനെന്നും വാഴ്ത്തുമെന്നേശുവിൻ നാമം എനിക്കെത്ര ആനന്ദം. Salvation means regeneration. രക്ഷ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുക എന്ന്. Salvation means redemption. രക്ഷ എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ്. Salvation means restoration. രക്ഷ എന്ന് പറഞ്ഞാൽ യഥാസ്ഥാനപ്പെടുക. Fourth word is നാലാമത്തെ വാക്ക് salvation means rescue operation. രക്ഷ എന്ന് പറഞ്ഞാൽ Yes. രക്ഷാ ദൗത്യം എന്നാണ്. It means if you go to the 3rd chapter of the 1 Peter chapter 3 verse 20, 1 പത്രോസ് 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിലേക്ക് നാം പോയാൽ and we see how a rescue operation is taking place during the time of Noah. അവിടെ നോഹയുടെ കാലത്ത് എങ്ങനെ ഒരു രക്ഷാദൗത്യം നടന്നു എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്. Noah Pachin was preaching നോഹ പ്രസംഗിച്ചു and he കൊണ്ടിരുന്നു. was come to the people, come to the Lord, come to the Lord. താൻ ഇങ്ങനെയാണ് പ്രസംഗിച്ചത്, ദൈവത്തിലേക്ക് വരിക, ദൈവത്തിലേക്ക് വരിക, ദൈവത്തിലേക്ക് വരിക. A tragedy is going to come ഒരു വലിയ മഴ വരുവാൻ പോകുന്നു. and the world is going to sink down in the ocean or in the water. വെള്ളത്തിനകത്ത് ലോകം മുഴുവനും മുങ്ങിപ്പോകുവാൻ പോകുന്നു. But nobody listened. എന്നാൽ ആരും കേട്ടില്ല. But I thank God at least his family people accepted the Lord. കുറഞ്ഞ പക്ഷം തന്റെ കുടുംബാംഗങ്ങൾ ദൈവത്തെ അംഗീകരിച്ചതിൽ And ഞാൻ ദൈവത്തിന് നന്ദി they കരേറ്റുന്നു. came in the boat അവര് പടകിനകത്ത് കയറി. and the whole world was destroyed. ആ ലോകം മുഴുവനും ആ സമയത്ത് നശിച്ചു. I want to ask you this morning, ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, are you in the boat of Noah? ഇന്ന് പകൽ നിങ്ങൾ നോഹയുടെ ആ പെട്ടകത്തിനകത്താണോ? How many you can say that I'm in the boat of Noah? എത്ര പേർക്ക് പറയുവാൻ കഴിയും ഞാൻ Yes. നോഹയുടെ പെട്ടകത്തിനകത്തുണ്ട്? Hallelujah. ഹല്ലേലൂയ. The uniqueness of the boat of Noah is നോഹയുടെ പെട്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് all other boat go from one place to the another place. എല്ലാ പെട്ടകങ്ങളും പടകുകളും ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകും. This is not going anywhere. എന്നാൽ ഇതെങ്ങും പോകുന്നില്ല. It is going from bottom to the top. ഇത് താഴെ നിന്ന് മുകളിലേക്ക് കയറുകയാണ്. All the people we have to do is just rest in that. അതിനകത്തിരിക്കുന്നവരാകെ ചെയ്യേണ്ട കാര്യം അവര് ശാന്തമായി അതിനകത്ത് ഇരുന്നാൽ Be മതി. in the boat of Christ. യേശു ക്രിസ്തു എന്ന പടകില്, Yes, and be in the boat of Jesus Christ. യേശു എന്ന പടകിലായിരിക്കുമ്പോൾ He will take you. താൻ നമ്മെ കൊണ്ടുപോകും. He will take you. അവിടുന്ന് നമ്മളെ കൊണ്ടുപോകും. There is a verse in the Bible somewhere in the book of Psalms. സങ്കീർത്തനത്തിൽ ഇവിടെ ഒരു വാക്യമുണ്ട്, Be still and know that I am God. മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുക. Be quiet. മിണ്ടാതിരിക്കുക. Rest in the Lord. ദൈവത്തിൽ വിശ്രമിക്കുക. And when you are resting in the Lord, ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ the Lord will fight for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം The ചെയ്യും. Lord will take you. ദൈവം നിങ്ങളെ മുന്നോട്ട് നയിക്കും. You need not have to do the rowing. നിങ്ങൾ തുഴയണ്ട. You need not have to do pushing. നിങ്ങൾ അത് ഉന്തി തള്ളണ്ട. You need not have to do pulling. നിങ്ങൾ അതിനെ വലിക്കണ്ട. Rest in Christ. ക്രിസ്തുവിൽ വിശ്രമിക്കുക. Rest in Christ. ക്രിസ്തുവിൽ വിശ്രമിക്കുക. You remember the picture of Mary and Martha in the Gospel of Luke? ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാർത്തയുടെയും മേരിയുടെയും കാര്യം, മറിയയുടെയും കാര്യം. Martha is running. Martha is running. മാർത്ത ഇതാ ഓടുന്നു. She is doing so many things. അവൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. But Mary is not like that. എന്നാൽ മറിയ അങ്ങനെയല്ല. Just rest in the Lord. അവള് ക്രിസ്തുവിൽ വിശ്രമിക്കുന്നു. God will do. ദൈവം ചെയ്യും. God will do. ദൈവം ചെയ്യും. Sometimes we do so many things in our life, ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ but we ചെയ്യാറുണ്ട്. don't get anything. എന്നാൽ നമുക്കൊന്നും പ്രാപിക്കുവാൻ When we കഴിയുന്നില്ല. are secure in the Lord, എന്നാൽ നാം ക്രിസ്തുവിൽ when we സുരക്ഷിതരാകുമ്പോൾ, are resting in the Lord, നാം ക്രിസ്തുവിൽ He വിശ്രമിക്കുമ്പോൾ will fight the battle for you. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം He will ചെയ്യും. take your boat ahead for you. ദൈവം നിങ്ങളുടെ പടകിനെ മുൻപോട്ട് I would കൊണ്ടുപോകും. like to tell the people who are wrestling in their life, ജീവിതത്തിൽ ഈ മൽയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ Spirit പറയട്ടെ, of the Lord is telling me to tell you today, പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നിങ്ങളോട് പറയുവാൻ, rest in the Lord, rest in the Lord, rest in the Lord. ദൈവത്തിൽ വിശ്രമിക്കുക, ദൈവത്തിൽ വിശ്രമിക്കുക, ദൈവത്തിൽ സ്വസ്ഥത
വിശ്വസ്തരായിരിക്കുക. After doing everything that is needed to be done from our side, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ when we rest in the Lord, നാം ദൈവത്തിൽ വിശ്രമിക്കുമ്പോൾ rest of the things God Almighty will do for you. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊള്ളും. In book of Genesis chapter 24 we read about 2-3 prayers of Eliezer, the servant of Abraham. അബ്രഹാമിന്റെ ദാസനായ എലിയാസറിന്റെ പ്രാർത്ഥനകളിൽ ചിലത് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. He was going to look for a girl. താൻ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചു പോകുകയാണ്. He saw the girl near a well. ആ കുളത്തിന്റെ അടുക്കൽ വെച്ച് ആ പെൺകുട്ടിയെ കണ്ടു. He was working for that. അതിനുവേണ്ടി താൻ അധ്വാനിക്കുന്നുണ്ട്. He was running for that. അതിനുവേണ്ടി ഓടുകയാണ്. He was traveling for that. അതിനുവേണ്ടി യാത്ര ചെയ്തു. He was taking a lot of effort for that. അതിനുവേണ്ടി ഒത്തിരി ശ്രമം താൻ ചെയ്തു. After the prayer, എന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് the ശേഷം Bible says like this. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, I want to rest in the Lord. എനിക്ക് ദൈവത്തിൽ വിശ്രമിക്കണം, I want to see God working. എനിക്ക് ദൈവം പ്രവർത്തിക്കുന്നത് കാണണം. I have traveled. ഞാൻ യാത്ര ചെയ്തു. I have labored. ഞാൻ അധ്വാനിച്ചു. I have prayed. ഞാൻ പ്രാർത്ഥിച്ചു. I'm not going to do that anymore now. ഇനിയും ഞാൻ അത് ചെയ്യുവാൻ പോകുന്നില്ല. And I'm resting to see God working. ഇനിയും ഞാൻ വിശ്രമിച്ചിട്ട് ദൈവം പ്രവർത്തിക്കുന്നത് എനിക്ക് കാണണം. And we know the story what is happening. നമുക്കറിയാം ആ കഥയിൽ എന്താണ് പിന്നീട് When സംഭവിക്കുന്നത്. he was resting there, താൻ അവിടെ the വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ lady is running and coming. Do you need water for you and for your group of the ആ people? പെൺകുട്ടി ഓടി വന്നിട്ട് തന്നോട് ചോദിക്കുകയാണ്, നിനക്കും നിന്റെ കൂട്ടത്തിനും വെള്ളം വേണമോ എന്ന്. God will do for that. ദൈവം അത് നമുക്ക് People വേണ്ടി will ചെയ്യും. run to you. ജനം നിങ്ങളുടെ അടുക്കൽ ഓടി Do വരും. you need water? എനിക്ക് വെള്ളം വേണോ? Do you need the requirements? നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? God will work for you. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. Rest in Christ. ക്രിസ്തുവിൽ വിശ്രമിക്കുക. 4 things about salvation I told you. രക്ഷയെക്കുറിച്ചുള്ള 4 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് It is പറഞ്ഞു. called regeneration. അത് വീണ്ടും ജനനമാണെന്ന് It ഞാൻ is പറഞ്ഞു. called restore. It is called redemption. അത് വീണ്ടെടുപ്പാണെന്ന് ഞാൻ It is പറഞ്ഞു. called restoration. അത് യഥാസ്ഥാനമാണെന്ന് ഞാൻ It പറഞ്ഞു. is called rescue operation. അതൊരു രക്ഷ ദൗത്യമാണെന്ന് ഞാൻ And the പറഞ്ഞു. second thing I want to talk about salvation, ഇനിയും രക്ഷയെക്കുറിച്ചുള്ള മറ്റൊരു കാര്യം ഞാൻ പറയുവാൻ പോകുന്നത്, I call it the hope of salvation. അത് രക്ഷയുടെ പ്രത്യാശ എന്നുള്ളതാണ്. Chapter verse 3 to 12. 3-ാം അധ്യായം അതിന്റെ 12-ാം Sorry. വാക്യം. Chapter verse 3 to 12. 3-ാം വാക്യം മുതൽ 12-ാം വാക്യം വരെ 4 truth is talking about salvation. രക്ഷയെക്കുറിച്ചുള്ള 4 സത്യങ്ങളാണ് അവിടെ പറയുന്നത്. Number 1, ഒന്ന്, names of the salvation which we talk now. നമ്മളിപ്പോൾ പറഞ്ഞതായ രക്ഷയുടെ നാമങ്ങൾ. Number 2, 2, hope of salvation. രക്ഷയുടെ പ്രത്യാശ. When a child of God is born again, ഒരു ദൈവ പൈതൽ വീണ്ടും ജനിക്കുമ്പോൾ several things happen in his life. പല കാര്യങ്ങളും ജീവിതത്തിൽ You സംഭവിക്കും. know one more thing what happens? ഒരു കാര്യം കൂടെ എന്താണ് സംഭവിക്കുന്നതെന്ന് He അറിയാമോ? gets the hope in his life. അവന്റെ ജീവിതത്തിൽ ഒരു പ്രത്യാശ ലഭിക്കുന്നു. Hallelujah. Hallelujah. The word hope appears in this book 5 times. ഈ പുസ്തകത്തിൽ ഈ ഒരു ലേഖനത്തിൽ 5 പ്രാവശ്യം പ്രത്യാശ എന്ന പദം വരുന്നുണ്ട്. I want to give you 4 types of the hope and we are going to pray now. നമ്മൾ അതിനകത്തെ 4 കാര്യങ്ങൾ, പ്രത്യാശയെക്കുറിച്ചുള്ള 4 കാര്യങ്ങൾ പറഞ്ഞ് നാം പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Verse 3 the Bible says, 3-ാം വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു, it is a living hope. അത് ജീവനുള്ള പ്രത്യാശയാകുന്നു. Hallelujah. Hallelujah. What kind of hope we have? എങ്ങനത്തെ പ്രത്യാശയാണ് നമുക്കുള്ളത്? Living hope. ജീവനുള്ള പ്രത്യാശ. Can you say, repeat with me, living hope? എന്നോട് കൂടെ ചേർന്ന് പറയാമോ? ജീവനുള്ള പ്രത്യാശ. Loudly. ഉറക്കെ പറഞ്ഞാട്ടെ. എനിക്ക് തോന്നുന്നു പുറകിലുള്ളവർ ആരും പറയുന്നില്ലെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. ശബ്ദത്തിൽ പറഞ്ഞാട്ടെ കേക്കട്ടെ. ഇനി ഒരു പ്രാവശ്യം. ചത്ത പ്രത്യാശമല്ല, ജീവനുള്ള പ്രത്യാശം. Amen. Hallelujah. Amen. Amen. It's not a dead faith, dead hope. അത് മരിച്ച പ്രത്യാശയല്ല, ചത്ത പ്രത്യാശയല്ല. Why it is a living hope? എന്തുകൊണ്ടാണ് അത് ജീവനുള്ള പ്രത്യാശ? This hope is rooted in the resurrection of Jesus Christ. കാരണം ഈ പ്രത്യാശ Hallelujah. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ ആശ്രയിച്ചിരിക്കുന്നതാണ്. So many people came in this world.
ഒത്തിരി പേര് ഈ ലോകത്തിൽ വന്നു, lived in this world, അവർ ഈ ലോകത്തിൽ ജീവിച്ചു, did something, അവർ ഒത്തിരി വലിയ കാര്യങ്ങൾ ചെയ്തു, taught something. അവര് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു. After that they went away. അത് കഴിഞ്ഞ് അവര് പോയി. Jesus came in this world, എന്നാൽ യേശു ഈ ലോകത്തിൽ വന്നു, lived in this world, ഈ ലോകത്തിൽ ജീവിച്ചു, did the miracles, അത്ഭുതങ്ങൾ ചെയ്തു, showed the path to God. ദൈവത്തിലേക്കുള്ള വഴി One കാണിച്ചു. day he died. എന്നിട്ട് ഒരു ദിവസം താൻ മരിച്ചു. Friday passed away. Friday passed ആ away. വെള്ളിയാഴ്ച കടന്നുപോയി, Saturday passed away. ശനിയാഴ്ച കടന്നുപോയി, Sunday he is risen from the death. ഞായറാഴ്ച മരിച്ചവരുടെ ഇടയിൽ നിന്ന് താൻ My ഉയർത്തെഴുന്നേറ്റു. Jesus is living. എന്റെ യേശു ജീവിക്കുന്നു. Hallelujah. Hallelujah. Because my Jesus is living, എന്റെ യേശു ജീവിക്കുന്നു എന്നറിയാം. my hope is not a dead hope, my hope is a living hope. അതുകൊണ്ട് എന്റെ പ്രത്യാശ മരിച്ച പ്രത്യാശയല്ല, Yes, yes. അത് ജീവനുള്ള പ്രത്യാശയാണ്. Hallelujah. Hallelujah. You know another quality of the living hope? ഈ ജീവനുള്ള പ്രത്യാശയുടെ മറ്റൊരു ഗുണം എന്താണെന്ന് Keep അറിയാമോ? on growing, keep on growing, keep on growing. അത് ഇങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കും. This box doesn't grow. ഈ പെട്ടി വളരില്ല, This stand doesn't grow. ഈ പീഠം വളരില്ല, This material doesn't grow ഈ ഒരു വസ്തു വളരില്ല, because there is no life. കാരണം അതിന് ജീവനില്ല. But that is not the case with me. എന്നാൽ അതല്ല എന്റെ അനുഭവം. My hope is increasing. എന്റെ പ്രത്യാശ ക്രിസ്തുവിലായതുകൊണ്ട് അത് വളരും. Why? എന്തുകൊണ്ട്? It is a living hope. അത് ജീവനുള്ള പ്രത്യാശ. Hallelujah. Hallelujah. Our hope must be increasing hope. നമ്മുടെ പ്രത്യാശ വർദ്ധിക്കുന്ന This പ്രത്യാശയാണ്. year's hope must be greater than the last year's hope. കഴിഞ്ഞ വർഷത്തേക്കാൾ അധികമായിരിക്കണം ഈ വർഷത്തെ And the പ്രത്യാശ. coming year's hope must be greater than this year's hope. അടുത്ത വർഷത്തെ പ്രത്യാശ ഈ വർഷത്തേതിനേക്കാൾ വലിയതായിരിക്കണം. Living hope, living hope, living hope. ജീവനുള്ള പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ, ജീവനുള്ള പ്രത്യാശ. Because Christ is living. കാരണം ക്രിസ്തു ജീവിക്കുന്നു. Hallelujah. Hallelujah. Jesus is living. യേശു ജീവിക്കുന്നു. Number 2 about the hope is ഈ പ്രത്യാശയെക്കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം, chapter 1 verse 13. ഒന്നാം അധ്യായത്തിന്റെ 13-ാം വാക്യം. It is a purifying hope. അത് ശുദ്ധി ചെയ്യുന്ന പ്രത്യാശയാണ്. And I know my Jesus is coming. എന്റെ യേശു വരുന്നുവെന്ന് എനിക്കറിയാം. I keep on purifying myself. ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. Hallelujah. Hallelujah. Purifying my tongue. എന്റെ നാവിനെ ശുദ്ധീകരിക്കുന്നു. Purifying my thought. എന്റെ ചിന്തകളെ ശുദ്ധീകരിക്കുന്നു. Purifying my temperament. എന്റെ കോപങ്ങളെ ഞാൻ ശുദ്ധീകരിക്കുന്നു. Purifying my deeds. എന്റെ പ്രവർത്തികളെ ഞാൻ ശുദ്ധീകരിക്കുന്നു. 3 things we should understand. നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, And our thoughts, നമ്മുടെ ചിന്തകൾ, our words, നമ്മുടെ വാക്കുകൾ, and our deeds, നമ്മുടെ പ്രവർത്തികൾ, I need to be purified every day. ഇതെല്ലാ ദിവസവും ശുദ്ധീകരിക്കപ്പെടണം. Sometimes we hurt the people, ചില സമയങ്ങളിൽ നാം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കും. and we remember the hurt other people do to us. എന്നാൽ മറ്റുള്ളവർ നമ്മളെ മുറിവേൽപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ഓർക്കാറുണ്ട്. We don't remember the hurt that we have done. എന്നാൽ നാം മുറിവേൽപ്പിച്ചതിനെ എന്തുകൊണ്ട് നാം മറന്നു പോകുന്നു? I remember the hurt I got. എനിക്ക് ഏറ്റ മുറിവ് ഞാൻ ഓർക്കുന്നുണ്ട്. Oh, that person hurt me. ആ വ്യക്തി എന്നെ മുറിവേൽപ്പിച്ചു. Oh, that should not have done. അവരങ്ങനെ ചെയ്യാൻ We പാടില്ലായിരുന്നു. need to purify our tongue. നാം നമ്മുടെ നാവിനെ ശുദ്ധീകരിക്കണം. Hallelujah. Hallelujah. We hurt by hurt other people. നാം മറ്റുള്ളവരെ മുറിവേൽപ്പിക്കാറുണ്ട്. We should not do that. നമ്മളത് ചെയ്യാൻ And പാടില്ല. we need to have purified thoughts. നമുക്ക് ശുദ്ധി ചെയ്യപ്പെട്ട ചിന്തകൾ Book of ഉണ്ടായിരിക്കണം. James talks about that. യാക്കോബിന്റെ ലേഖനം അതിനെക്കുറിച്ച് പറയുന്നു. It talks about the thoughts. അത് ചിന്തകളെ കുറിച്ച് പറയുന്നു. It talks about the tongue. അത് നാവിനെ കുറിച്ച് പറയുന്നു. It talks about the temperaments. അത് നമ്മുടെ പ്രവർത്തികളെ കുറിച്ച് So പറയുന്നു. therefore we need to purify these things. ഇതിനെല്ലാം നാം ശുദ്ധീകരിക്കണം. I think in 1 John chapter 3 verse 3, the hope which is within us, it purifies us, says the gospel book of John as well. 1 യോഹന്നാൻ 3:3 പറയുന്നു, Yes. നമ്മുടെ അകത്തുള്ള പ്രത്യാശ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളത്. We need to purify. ശുദ്ധീകരിക്കപ്പെടണം. Jesus is going to come. യേശു വരുവാൻ പോകുന്നു. And I'm going to go with him.
ഞാൻ യേശുവിനോട് കൂടെ This പോകുവാൻ thought should പോകുന്നു. reign in our life. ഈ ചിന്ത നമ്മുടെ മനസ്സിനകത്തുണ്ടായിരിക്കണം. When we are purified, നാം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ oh, the Lord will tell us, ദൈവം നമ്മളോട് പറയും, you are my blessed daughter. നീ എന്റെ അനുഗ്രഹിക്കപ്പെട്ട You മകളാണ്, are my blessed son. നീ എന്റെ അനുഗ്രഹിക്കപ്പെട്ട മകനാണ്. Jesus lived a faithful life. യേശു വിശ്വസ്തനായ ഒരു ജീവിതം നയിച്ചു 30 years. 30 വർഷം. And at the river of Jordan, യോർദാൻ നദിയിൽ then the heavenly declaration came. ആ സ്വർഗീയ വിളംബരം സ്വർഗത്തിൽ നിന്ന് വന്നു. He is my beloved son. ഇത് എന്റെ പ്രിയ പുത്രൻ, I am well delighted with him. ഞാൻ അവനിൽ പ്രസാദിച്ചിരിക്കുന്നു. We need to get the testimony from heaven. ആ സാക്ഷ്യമാണ് നാം സ്വർഗത്തിൽ നിന്ന് The third പ്രാപിക്കുന്നത്. hope is മൂന്നാമത്തെ കാര്യം, beautifying hope. I call it beautifying, decorating hope. നമ്മെ സൗന്ദര്യമുള്ളവരാക്കുന്ന പ്രത്യാശ. You know, we all like beautifying, right? നമുക്കെല്ലാവർക്കും നല്ല സുന്ദരരായിരിക്കുന്നത് ഇഷ്ടമാണ്. And in my family, so many people got saved. എന്റെ കുടുംബത്തിൽ ഒത്തിരി പേര് And രക്ഷിക്കപ്പെട്ടു. one of my brother's son got saved. എന്റെ ഒരു സഹോദരന്റെ മകൻ രക്ഷിക്കപ്പെട്ടു. He was little black. അവന് ഒരല്പം ഇരുണ്ട നിറമുള്ളവനായിരുന്നു. And he used to apply Fair and Lovely. താൻ ഫെയർ ആൻഡ് ലവ്ലി ക്രീം You know, ഉപയോഗിക്കുമായിരുന്നു. when you apply Fair and Lovely, ഫെയർ ആൻഡ് ലവ്ലി ക്രീം you will ഉപയോഗിക്കുമ്പോൾ become more beautiful. കുറെ കൂടെ But you സൗന്ദര്യമുള്ളവരായി. should not go out just like that in the sunshine. എന്നാൽ അങ്ങനെ പെരട്ടിയേച്ച് നേരെ വെയിലത്ത് പോയി നിൽക്കുവാനൊക്കത്തില്ല. And this black boy became more black. അങ്ങനെ ചെയ്തപ്പോൾ ഈ ഇരുട്ടവന് കൂടുതൽ ഇരുളുള്ളവനായി മാറി. We all want to be beautiful. എന്നാൽ നമ്മൾ എല്ലാവരും സൗന്ദര്യമുള്ളവരായി തീരുവാൻ Peter in ആഗ്രഹിക്കുന്നു. First Peter chapter 3 says like this. 1 പത്രോസ് 3-ാം അധ്യായം പറയുന്നു, Outer beauty will die away. ഈ പുറമേയുള്ള സൗന്ദര്യം നശിക്കും, And internal beauty will never die away. എന്നാൽ അകമേയുള്ള സൗന്ദര്യം ഒരിക്കലും നശിക്കില്ല. Even if you die, നാം മരിച്ചാലോ that will remain. അത് അവശേഷിക്കും. I have heard with my own ears like this. എന്റെ സ്വന്തം കാതുകൊണ്ട് ഞാൻ ഇങ്ങനെ My കേട്ടിട്ടുണ്ട്. father was a dedicated man. എന്റെ അപ്പൻ ഒരു സമർപ്പിക്കപ്പെട്ട My മനുഷ്യൻ. mother was a dedicated woman. എന്റെ അമ്മ സമർപ്പിക്കപ്പെട്ട ഒരു They did വ്യക്തിയായിരുന്നു. not earn anything, അവരൊന്നും സമ്പാദിച്ചില്ല, but they gave a good faith to me. എന്നാൽ അവരൊരു നല്ല വിശ്വാസം എനിക്ക് ആധാരമായി തന്നു. Mom and daddy died and gone away, എന്റെ അപ്പനും അമ്മയും മരിച്ചു പോയി, but their beauty will never die. എന്നാൽ അവരുടെ ആ സൗന്ദര്യം ഒരിക്കലും നശിക്കില്ല. So Sarah's, it is called beautifying hope. അപ്പോൾ ഇവിടെ പറയുന്നത് സൗന്ദര്യമുള്ളവരാക്കുന്ന പ്രത്യാശ. 4 kinds of hope I am talking to you. 4 വിധത്തിലുള്ള പ്രത്യാശയാണ് ഞാൻ Living പറഞ്ഞത്. hope, ജീവനുള്ള പ്രത്യാശ, purifying hope, ശുദ്ധീകരിക്കുന്ന പ്രത്യാശ, beautifying hope. There is സൗന്ദര്യമുള്ളവരാക്കുന്ന another പ്രത്യാശ. beauty ഇനി 4-ാമത്തെ ഒന്ന്, that is in chapter 3 verse 15. അത് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. We need to have a defending beauty. നാം പ്രതിരോധിക്കുന്ന ഒരു സൗന്ദര്യം. We need to defend our faith. നമ്മുടെ വിശ്വാസത്തെ നാം പ്രതിരോധിക്കണം. We have a big church in Belgaum. ഞങ്ങൾക്ക് ബെൽഗാമിൽ ഒരു വലിയ സഭയുണ്ട്. It looks very big from outside. അത് പുറമേ നിന്ന് നോക്കിയാൽ ഒത്തിരി വലുതാണ്. It looks like a Catholic church. അതൊരു കത്തോലിക്ക പള്ളി പോലെ തോന്നും. And some Saudi Arabia, there is a group of people called Tabligh Jamaat in Muslims. മുസ്ലിംസിന്റെ ഇടയിൽ തബ്ലിഗ് ജമാ എന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. It is called Tabligh Jamaat. തബ്ലിഗ് ജമാഅത്ത് എന്നാണ് That is പറയുന്നത്. one of the largest Islamic grassroots organization in the world. ലോകത്തിലുള്ള ഏറ്റവും അടിസ്ഥാനപരമായ മുസ്ലിം സമൂഹമാണ് ഈ കൂട്ടർ. And some people from Saudi Arabia were passing in front of our church. അങ്ങനെ സൗദി അറേബ്യയിൽ നിന്ന് കുറച്ച് പേര് ഞങ്ങളുടെ പള്ളിയുടെ മുൻപിൽ കൂടെ പോയി. Somebody asked me, is it a church or something like that? അവരാരോ ചോദിച്ചു ഇതെന്തോ സഭയാണ്. And the man was translating says, this man is a Muslim, has become a Christian and built the church. അപ്പൊ അവർക്ക് തർജിമ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന മനുഷ്യൻ ഇങ്ങനെ അവരോട് പറഞ്ഞു, ഇതിന്റെ പാസ്റ്റർ, ഇവിടുത്തെ പാസ്റ്റർ ഒരു മുസ്ലിം ആയിരുന്നു, അദ്ദേഹം ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞു. They all came. അവരെല്ലാവരും വന്നു. They started talking to me. അവരെന്നോട് വന്ന് സംസാരിക്കാൻ Hours തുടങ്ങി. together we had a talk. മണിക്കൂറുകൾ ഞങ്ങൾ സംസാരിച്ചു. After that they called me to their home. അത് കഴിഞ്ഞ് അവരവരുടെ വീട്ടിലേക്ക് എന്നെ വിളിച്ചു. My wife said, don't go. എന്റെ ഭാര്യ പറഞ്ഞു പോകരുത്. But I said I went. എന്നാൽ ഞാൻ പോയി. They took me to the mosque. അവരെന്നെ മോസ്കിലേക്ക് കൊണ്ടുപോയി. And I was talking about the Christian faith. അവിടെ ഞാൻ ക്രിസ്തീയ വിശ്വാസത്തെ കുറിച്ച് പ്രസംഗിച്ചു. Why I believe Jesus is the Lord. എന്തുകൊണ്ടാണ് ഞാൻ യേശു ദൈവം
ദൈവമാണെന്ന് വിശ്വസിക്കുന്നു. Why I believe Bible is the word of God. എന്തുകൊണ്ട് ബൈബിൾ വേദപുസ്തകം ദൈവവചനമാണെന്ന് You and വിശ്വസിക്കുന്നു. you and I need to do that. നിങ്ങളും ഞാനും നമ്മളെല്ലാം അത് ചെയ്യേണ്ട I കാര്യം. call it defending faith. അതിനെയാണ് ഞാൻ പ്രതിരോധിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത്. Not just because I was a Christian and mummy was a Christian, I became a Christian. എന്റെ അപ്പൻ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് എന്റെ അമ്മ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനി You should ആയതല്ല. know what you believe, why you believe. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു, എന്തുകൊണ്ട് വിശ്വസിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അറിയണം. Talk to the people. നിങ്ങൾ ജനത്തോട് സംസാരിക്കണം. Everyone came in this world, lived, died, gone away. ഈ ലോകത്തിൽ വന്നവരൊക്കെ ജീവിച്ചു, അത് കഴിഞ്ഞ് അവർ മരിച്ചു, അവർ But my പോയി. Jesus is living. എന്നാൽ എന്റെ യേശു ഇന്നും ജീവിക്കുന്നു. Hallelujah. Hallelujah. My Jesus is എന്റെ living. യേശു ജീവിക്കുന്നു. Hallelujah. Hallelujah. I say 4 things in our church about when you come to the church. ഞങ്ങളുടെ സഭയിൽ ജനം വരുമ്പോൾ ഞാൻ 4 കാര്യങ്ങൾ പറയാറുണ്ട്. You should bring the Bible. നിങ്ങൾ വേദപുസ്തകം കൊണ്ടുവരണം. Not only that, അത് മാത്രമല്ല, you should bring the notebook. നിങ്ങൾ നോട്ട്ബുക്ക് കൊണ്ടുവരണം. Number 3, 3, you should not take the other's pen, you should bring your own pen. മറ്റുള്ളവരുടെ പേന കടം വാങ്ങിക്കരുത്, നിങ്ങളുടെ തന്നെ സ്വന്തമായ പേന കൊണ്ടുവരണം. Number 4, 4, you should bring a purse also for the offering. നിങ്ങൾ സ്തോത്രകാഴ്ച ഇടാൻ ഒരു പേഴ്സും കൂടെ കൊണ്ടുവരണം. How many you have brought the purse here? നിങ്ങളിൽ എത്ര പേരുന്ന് പേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്? Thank you very much for the raising the hands. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിയതിനായി നന്ദി. Shall we all stand up and take a Sotra Gaicha? നമുക്ക് എഴുന്നേറ്റ് നിന്ന് സ്തോത്രകാഴ്ചയിൽ Without പങ്കുകൊള്ളാം. Sotra Gaicha, meeting is incomplete, I tell you. സ്തോത്രകാഴ്ച ഇല്ലാത്ത ശുശ്രൂഷകൾ അപൂർണമാണ്. Meeting without eating is useless, kehte hain hum. We say like that. ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഭക്ഷണമില്ലാതെ Yeah. ഉള്ള മീറ്റിംഗ് അതുകൊണ്ട് അത് ശൂന്യമാണ്. So shall we join together? അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാം. And we look forward to God in prayer. എന്നിട്ട് നമുക്ക് ദൈവത്തെങ്കിലേക്ക് We have a living hope. നമുക്ക് ജീവനുള്ള ഒരു We have a പ്രത്യാശയുണ്ട്. purifying hope. നമുക്ക് ശുദ്ധീകരിക്കുന്ന ഒരു We have a പ്രത്യാശയുണ്ട്. beautifying hope. നമ്മളെ സൗന്ദര്യമുള്ളവരാക്കുന്ന ഒരു We have a പ്രത്യാശ. defending hope. നമുക്ക് പ്രതിരോധിക്കുന്ന ഒരു We are പ്രത്യാശ. going to live for God and God Almighty. നാം ദൈവത്തിനായി ജീവിക്കുവാൻ പോകുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് ഇത് കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ കരങ്ങൾ തട്ടി എല്ലാവരും എഴുന്നേറ്റ് പ്ലീസ്. എല്ലാവരും എഴുന്നേറ്റ് ഇരുന്നാട്ടെ. കരങ്ങൾ അടിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് അല്പസമയം എല്ലാവരും കരങ്ങൾ അടിച്ച് ഇങ്ങനെ പോരാ, കൈകൾ അടിച്ച് ദൈവത്തിന് സ്വതന്ത്രം പറഞ്ഞാട്ട് ഒരു വലിയ സ്വതന്ത്രം ചെടുക്കാൻ പറ്റ മക്കളെ ഞാൻ പറയാം. ഹലോ, സ്വതന്ത്രം ചെടുക്കാൻ പറ്റി ഞാൻ പറഞ്ഞിട്ട് സജീവ് ഞാൻ പറഞ്ഞിട്ട് പരിശുദ്ധന്മാരുടെ ഒരു വലിയ ഒരു അഭിഷേകത്തെ ശക്തി അയച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ കൃപതയും അയക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച വരെ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനോട് സംസാരിച്ചു. നോർത്ത് ഇന്ത്യയിലെ വളരെ ശക്തമായ പ്രതികൂലങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ വന്ന സന്ദർഭത്തിൽ പ്രിയ ജോസാനിനെ 2-3 വീഡിയോ കാണിച്ചു. വിശ്വാസി മത ക്രിസ്ത്യാനികളെ തല്ലിച്ചതയ്ക്കുന്നത് 5-6 പേര് കൂടി വഴിയെടുത്ത് തല്ലിച്ചതച്ച് കൊല്ലുകയാണ്, അടിച്ചു കൊല്ലുകയാണ്. ഒരു മന്ത്രി പറഞ്ഞിരിക്കുന്നു, ആ സ്റ്റേറ്റിലുള്ള ക്രിസ്ത്യാനികളെ മുഴുവൻ വെച്ചുകൊണ്ടിരിക്കല്ലേ, അവരെ മുഴുവൻ കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ശൂലം കൊടുക്കുകയാണ്, കളി മാറുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇനി കാര്യങ്ങൾ പോകുന്നത്. ഒരു വല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അമ്മേനും നോഹയുടെ പട്ടകം അടയ്ക്കുന്നതിന് മുമ്പേ അമ്മേൻ നമുക്ക് ചിലരുടെ അകത്ത് കയറാനുണ്ട്. അമ്മേൻ അവരെ കൈത്താങ്ങേണ്ട ചുമതല നമുക്കുള്ളതാണ്. നിങ്ങൾക്കറിയാം, നോർത്ത് ഇന്ത്യയിലെ 2 ദിവസം ഒരു ജോസ് പാപ്പച്ചൻ്റെ ഭാര്യയെ വേല് കിട്ടി, പക്ഷെ കേസ് മാറിയില്ല. അത് 5 വർഷത്തെ കഠിന തടവാണ്. അങ്ങനെ ഒത്തിരി പേർ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വിഷയം നീങ്ങിയാണ്. നമുക്ക് നമ്മളെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നോർത്ത് ഇന്ത്യ ചെയ്യണം. അതുകൊണ്ട് നാളെ വൈകിട്ടെടുക്കുന്ന സ്തോത്ര കാഴ്ച നോർത്ത് ഇന്ത്യൻ മിഷന് വേണ്ടിയുള്ള സ്തോത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്നാൽ എല്ലാവർക്കും വൈകിട്ട് വരാൻ കഴിയാത്ത ആളുകളുണ്ട്. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് നാളെ വൈകിട്ട് വരാൻ പറ്റുന്നില്ലെങ്കിൽ, നാളെ പകൽ വരാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ സ്തോത്ര കാഴ്ചയിൽ നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ്റെ വിലയ്ക്ക് വേണ്ടിയുള്ള പൈസ കൂടെ ഇടാം. വരാൻ കഴിയാത്തൊരു കാര്യമാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇടാം. നമ്മൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടി നമ്മൾ നല്ല തുക സ്വരൂപിക്കുകയാണ് ഈ പ്രാവശ്യത്തെ ശുശ്രൂഷയിൽ. അതുകൊണ്ട് വരാൻ കഴിയാത്ത ആളുകൾക്ക് ഇന്നത്തെ സ്തോത്രാഴ്ചയിൽ, സാധാരണ സ്തോത്രാഴ്ചയല്ല, കൈകൾ തുറന്നൊരു സ്തോത്രാഴ്ച നിങ്ങൾ ഇടണം. നമുക്ക് കഴിഞ്ഞ 32 വർഷമായി 2 വേലസ്ഥലത്തെ നമ്മുടെ ഈ കരിസ്മ ക്രൂസുകൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വേലസ്ഥലം എടുത്ത കർത്താവിന് വേലയാണെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ശുശ്രൂഷയുടെ ഒരു മെയിൻ ഭാഗം നമ്മൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കൈകൾ തുറന്ന് സ്തോത്രാഴ്ച
ഇടണമെന്ന് ഉറപ്പിക്കുന്നു. പ്രവർത്തന പേരൊക്കെ മാറ്റി നാളെ വൈകിട്ടാണ് മെയിനായിട്ടുള്ള ഓഫറിങ് എടുക്കുന്നത്. സാധാരണ സ്ഥലത്താഴ്ച ഒരു വലിയ തുക പ്രതീക്ഷിക്കുന്നു. ഇതിൽ ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപ, അതിൻ്റെ അപ്പുറമായി വരത്തക്കോളം നിങ്ങൾ പ്രവർത്തിക്കണം. ഓൺലൈനിൽ ഞങ്ങളെ കാണുന്നവരുണ്ട്, അവരെ ഞങ്ങൾ വിളിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതുപോലെ ഗൂഗിൾ പേ ആയിട്ട് ചെയ്യാം. അങ്ങനെ പല സംവിധാനങ്ങൾ ഇന്നുണ്ട്, നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്, ചെയ്യാവുന്നതാണ്. കാര്യം ഓർപ്പിക്കുന്നു. 10,000, 5,000, 6,000, 7,000 പേരൊക്കെ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് ഓൺലൈനിൽ. നിങ്ങൾക്ക് പ്രത്യേകം വന്നണമെന്ന് നന്ദിയും പറയുന്നു. നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദി പറയുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി സ്തോത്രാഴ്ച എടുക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഒരു പാട്ടിൻ്റെ അടിയെ നിൽക്കുമ്പോൾ തന്നെ കൈകൾ അടിച്ച് പാടുക. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. കൈകളടിച്ച് ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വൈരിൻ കണ്ണിൻ മുൻപിൽ പതറാതെ, കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. കൺമണി പോൽ കാക്കും കരങ്ങൾ നിന്നെ മൂടി മറച്ചില്ലേ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോടും തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോടും തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ, യോർദാൻ കലങ്ങി മറിയും ജീവിത ഭാരങ്ങൾ. എലിയാവിൻ പുതപ്പേടീടെ നിന്റെ വിശ്വാസ ശോധനയിൽ, എലിയാവിൻ പുതപ്പേടീടെ നിന്റെ വിശ്വാസ ശോധനയിൽ എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. ഇന്നയോളം തൻ ഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ
ഇല്ലാത്ത കൃപകളിനാ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ ഇന്നയോളം തൻഭുജത്താ എന്നെ താങ്ങിയ നാമമേ. എല്ലാവരും ഇരുന്നാട്ടെ. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പ്രാർത്ഥിച്ച് ആരംഭിച്ച നമ്മുടെ യോഗങ്ങൾ കർത്താവിന്റെ കൃപയാൽ ഇതുവരെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ സന്തോഷമുണ്ട്. പ്രസന്ന സഭ 32 വർഷത്തിന് മുമ്പേ പ്രാർത്ഥിച്ചു തുടങ്ങിയ ഈ പ്രസ്ഥാനം, ഈ സഭ എല്ലാ വർഷം നടത്തുന്ന ഈ ശുശ്രൂഷ യോഗങ്ങൾ അനേകർക്ക് ആശ്വാസം സന്തോഷമായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ വരവ് താമസങ്ങളിൽ ഞായറാഴ്ച 12 മണിയോടുകൂടിയാണ് നമ്മുടെ യോഗം അവസാനിക്കുന്നത്. ഇന്നും നാളെയും നമുക്ക് യോഗങ്ങളാണ്. രാവിലത്തെ യോഗം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്, തീർക്കാൻ പോവുകയാണ്. വൈകിട്ടത്തെ യോഗം 6 തൊട്ട് 9 വരെയാണ്. നാളെ രാവിലെ ഇതുവരെ 10 തൊട്ട് 1 മണി വരെയും വൈകിട്ട് 6 തൊട്ട് 9 വരെയും മീറ്റിംഗാണ്. ഞായറാഴ്ചത്തെ ആരാധന 8 മണി മുതൽ 12 മണി വരെയുള്ള സമയമാണ്. കാര്യം ഓർപ്പിക്കുന്നു. ഏതെങ്കിലും സഭകളിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ അത് സഭകളിൽ തന്നെ ആരാധനയ്ക്ക് പോകണം. എന്നാൽ ഇതുവരെയും വേർപെട്ട ഒരു സഭയിൽ ആരാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ചത്തെ ഇവിടെ ആരാധനയ്ക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കർത്തൃമേശ്വരയോടുള്ള ആരാധനയായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. പ്രത്യേക കാര്യം ഇവിടെ നേരത്തെ ഓർപ്പിച്ച പോലെ നാളെ ഉച്ചയ്ക്ക് 1 മണി കഴിഞ്ഞ് സ്നാന ശുശ്രൂഷയുണ്ട്. സ്നാനപ്പെടാൻ ചില പേര് പറഞ്ഞിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സ്നാനപ്പെടാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ടൈം ദൈവം ഒരുക്കുകയാണ്. സ്നാനം ഒരു സഭയുടേതല്ല, കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നാനം ആണ്. അതുകൊണ്ട് പിതാവിൻ്റെ അപ്പം തന്നെ പരിശുദ്ധാത്മ നാമത്തിൽ സ്നാനമാകിയാൽ ഇതുവരെ സ്നാനപ്പെടാൻ ആഗ്രഹിച്ച് നടക്കാത്തവർ ആരെങ്കിലും ഇതിന് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട്. ഇവിടെ പാസ്റ്റർമാരെ നിങ്ങൾ കണ്ട് സംസാരിക്കാൻ ഉച്ച കഴിഞ്ഞ് നാളെ രാവിലെ അവർക്ക് വേണ്ടി പ്രത്യേകമായി ബൈബിൾ സ്റ്റഡി ഉണ്ട് എന്നൊരു കാര്യം കൂടി ഓർപ്പിക്കുന്നു. ദയവായി അങ്ങനെയുള്ളവർ നിങ്ങൾ ബന്ധത്തിൽപ്പെട്ടൊരു ചില ആളുകളെ ഇടയ്ക്ക് വന്ന് വരെ പാസ്റ്റർ സ്നാനപ്പെടണം എന്ന് പറയും. പക്ഷേ ഒരു ആത്മീയ അന്തരീക്ഷത്തിൽ വചനം പഠിച്ചും പഠിപ്പിച്ചും ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അതുകൊണ്ട് ഇങ്ങനെ അവസരം കിട്ടുമ്പോൾ എല്ലാ പക്ഷവും ചെയ്യുന്നതാണ്. നിങ്ങൾ ആ സമയം ഉപയോഗിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ വർഷം ആരംഭിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നൽകിയൊരു നിയോഗം ഈ വർഷം മുഴുവൻ പ്രാർത്ഥിക്കാനായിട്ടാണ്. 365 ദിവസവും ഈ സഭ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും 2 പേര് ദിവസവും ഫാസ്റ്റ് ചെയ്ത് പൂർണ്ണ ഉപാസനയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം തീയതി മുതൽ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ഡിസംബർ 31 വരെ പ്രാർത്ഥന തുടരുകയാണ്. അതോടൊപ്പം തന്നെ രാവിലെ 6 തൊട്ട് 6:45 വരെയും വൈകിട്ട് 9:30 തൊട്ട് 10:15 വരെയുള്ള സമയം ഗൂഗിൾ മീറ്റായിട്ട് ഗൂഗിൾ പ്രെയറായി നടത്തുകയാണ്. അത് സഭയിലുള്ളവർ മാത്രമല്ല ആർക്കും ചേരാവുന്നതാണ്. ലിങ്കുകളിലും ക്രമീകരണമൊക്കെ പാസ്റ്റർമാരുടെ സംസാരിക്കുമ്പോൾ ഏത് സഭയിൽപ്പെട്ടവർക്കും ആ പ്രാർത്ഥന കൂടാൻ ദേശത്തിൻ്റെ ഉണർവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും രാവിലെ 6 തൊട്ട് 6:45 വരെയും വൈകിട്ട് 9:30 തൊട്ട് 10:15 വരെയുള്ള സമയമാണ്. നമുക്ക് ഈ വർഷം മുഴുവൻ പ്രാർത്ഥന തുടരാനായിട്ട് ഉള്ള ആഗ്രഹത്തോടെയാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. ഞാൻ ഈ പുതിയ വർഷത്തെ പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു പ്രത്യേക പ്രേരണയാൽ 25 കൂട്ടം കാര്യങ്ങൾ ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന് എന്നോട് ദൈവം നേരിട്ട് ഓർപ്പിച്ച കാര്യങ്ങൾ ഞാനിവിടെ ആ ആണ്ടൃതി യോഗത്തിൽ പരസ്യമായി പറഞ്ഞു. അതിനുശേഷം പ്രിൻ്റ് ചെയ്ത് വിശ്വാസത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെ അകത്തും പുറത്തും അത് പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തുനിന്ന് വന്നൊരു അറിവിന് വേണ്ടി ഞാനന്ന് വായിച്ചു കേൾപ്പിക്കുകയാണ്. അതിനെക്കുറിച്ച് പറയാൻ നേരമില്ല. നിങ്ങൾക്കൊരു കോപ്പി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് തരാവുന്നതാണ് എന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ വചനം കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. അത് ഞാനൊന്ന് പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. പുതുതായിട്ട് വന്ന ഒരു അറിവിന് വേണ്ടി നിങ്ങളത് പ്രാവർത്തികമാക്കുകയും ദിനം പ്രതി അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആഴ്ചയിൽ 1 ദിനം പൂർണ്ണമായോ ഭാഗികമായോ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. 2 മാസത്തിൽ 3 ദിനം ഉപവാസം കൂടിയോ അല്ലാതെയോ തുടർമാനമായി പ്രാർത്ഥിക്കണം. ദേശത്തിലെ വേലയ്ക്ക് വേണ്ടി ആയിരക്കണക്കിന് കുടുംബങ്ങൾ മുമ്പോട്ട് വരാനായിട്ട് പ്രാർത്ഥിക്കണം. 4 നിങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സഭയിലെ എല്ലാ വിശ്വാസികൾക്കും വേണ്ടിയും കർത്താവിൻ്റെ ദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 5 കുടുംബ പ്രാർത്ഥന മുടക്കരുത്. 6 വചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. എല്ലാ ദിവസവും ബൈബിൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. 7
എല്ലാ ദിവസവും 3 അധ്യായമെങ്കിലും ബൈബിളിൽ നിന്ന് വായിക്കാനായിട്ട് ഉത്സാഹിക്കണം. പഴയ നിയമത്തിൽ നിന്നൊരു അധ്യായം, പുതിയ നിയമത്തിലൊരു അധ്യായം, അതുപോലെ തന്നെ സങ്കീർത്തനത്തിൽ 1 വായിക്കണം. 8ാമത്തെ കാര്യം, സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദാസൻ പറഞ്ഞു പോലെ ഉദാരമായ സംഭാവനകൾ നൽകുക. 9 ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹായിക്കുക. ഇല്ലാത്തവർക്ക് കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് ആവുന്നത് ചെയ്യുക. എല്ലാവരെയും സഹായിക്കാൻ പറ്റത്തില്ല. നമ്മൾ അടുക്കള വരുന്നവരെ വെറും കൈയോടെ വിടാതിരിക്കുക. 10 സുവിശേഷീകരണത്തിന് ആഴ്ചയിൽ ഒരു ദിവസം മാറ്റിവെച്ച് 2 വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയുവാൻ ഒരാഴ്ചയിൽ ഉത്സാഹിക്കുക. 11 വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുക. വിശ്വാസത്തിൻ്റെ പിതാവ് ദൈവവും അവിശ്വാസത്തിൻ്റെ പിതാവ് സാത്താനുമാണ്. 12 മൊബൈൽ ഉപയോഗം കുറയ്ക്കുക. പ്രാർത്ഥന കൂട്ടുക. നെഗറ്റീവ് കമൻറ്റുകൾ ഷെയർ ചെയ്യാതിരിക്കുക. 13 മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക. 14 മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാതിരിക്കുക. 15 മറ്റുള്ള നന്മയിൽ സന്തോഷിക്കുക, അസൂയപ്പെടാതിരിക്കുക. അടുത്തത് 16 മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക. 17 സന്തോഷഭവനങ്ങളിൽ പോകുന്നതിനേക്കാൾ ദുഃഖഭവനങ്ങളിൽ പോവുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. 18 ജീവിതം ഉപദേശവും സൂക്ഷിക്കുക. 19 ശുചിത്വം പാലിക്കുക, കർത്തവ്യങ്ങൾ നിറവേറ്റുക. 20 നല്ല ഭാഷാശൈലി ഉപയോഗിക്കുക. 21 കപട മുഖം ഒഴിവാക്കുക. 22 അന്യൻ്റെ പാപത്തിൽ കൂട്ടു നിൽക്കാതിരിക്കുക. 23 ദൈവതമല്ലാത്ത യാതൊരു സമ്പത്തും കയ്യിൽ വരാതെ കുടഞ്ഞു കളയുക. 24 സഭ ആരാധനയ്ക്ക് കൂട്ടായ്മയ്ക്കും മുൻതൂക്കം കൊടുക്കുക. 25 സഭയോടെ കൂറുണ്ടായിരിക്കുക. കൈ ഉയർത്തിയൊരു സ്വാതന്ത്ര്യം പറഞ്ഞാട്ടെ. ഇങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ, കേൾക്കുന്ന വചനം കൂടി ചെയ്യുമ്പോൾ ഈ വർഷം നമുക്കൊരു നല്ല ഒരു ജീവിതം കാഴ്ചവെക്കാൻ കഴിയും. പ്രസംഗിക്കാൻ ഒത്തിരി കഴിയും, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ കോപ്പികൾ നിങ്ങൾക്ക് തരാം. ഇത് ഹാബിറ്റേറ്റ് ചെയ്ത് ഈ വർഷം നമ്മൾ നല്ല സ്റ്റാൻഡേർഡ് ലൈഫ്, വിശ്വാസി വന്നെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമായില്ല, സ്റ്റാൻഡേർഡ് ലൈഫ് നയിക്കാനായിട്ട് ഈ വർഷം പ്രത്യേകമായ നിയോഗം തന്നിരിക്കുന്നു. ദൈവനാമത്തിൽ അത് ഏറ്റെടുക്കണമെന്ന് ഓർപ്പിക്കുക. എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനിയുള്ള ഉച്ച കഴിഞ്ഞിവിടെ 1 മണി കഴിഞ്ഞിട്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് എന്ന് ഓർപ്പിക്കുന്നു. സൈഡിൽ ഒരു ഓഫീസുണ്ട്. പ്രത്യേകമായി പ്രാർത്ഥന ആവശ്യമുള്ളവരോ കൗൺസിലിംഗ് ആവശ്യമുള്ളവരോ വന്നാൽ അവിടെ ഞാൻ കാണും. നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കുകയും കൗൺസിൽ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും എന്നൊരു കാര്യം ഓർപ്പിക്കുന്നു. പ്രത്യേകമായി കാണാനുള്ളവർ ദയവായി റൈറ്റ് സൈഡിലുള്ളതായ ഓഫീസിൽ വന്ന് നേരിട്ട് കാണണമെന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് ഇന്നു മുതൽ പ്രസംഗിക്കാൻ ലഭിച്ചിരിക്കുന്ന ദാസൻ നൂറുദിനം മുള്ളെ പരിചയപ്പെടുത്തി എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം അനുഭവസാക്ഷി എല്ലാം ഒന്നും പറഞ്ഞില്ല, തുടങ്ങി വെച്ചതേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരാനായിട്ട് സാധ്യതയില്ലാത്ത കുടുംബത്തിൽ നിന്ന് അബ്രഹാമിനെ തിരഞ്ഞെടുത്തതുപോലെ ദൈവം തിരഞ്ഞെടുത്തതാണ്. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യയിലെ ന്യൂ ഇന്ത്യ ചർച്ച് കൊണ്ട് ജനറൽ കൺവെൻഷൻ ഗോളിയിൽ നടക്കുമ്പോൾ ഞങ്ങൾക്ക് കുടുംബമായും ജിബിനും അവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. അവിടെ അദ്ദേഹം പ്രാസംഗികനായിട്ടുണ്ടായിരുന്നു. ന്യൂ ഇന്ത്യ ചർച്ച് കൊണ്ട് ബെൽഗാമിലെ പാസ്റ്ററാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ, കുടുംബം, അദ്ദേഹത്തിൻ്റെ മകൻ ഫേമസ് ആയ ഒരു ഗായകനാണ്. കോട്ടയത്ത് നടന്ന അനുഗ്രഹിക്കപ്പെട്ട ആ മീറ്റിങ്ങിൽ ആ മകൻ പാടാമന്ദിരമുണ്ടായിരുന്നു. നല്ലൊരു സുവിശേഷ കുടുംബമാണ് അദ്ദേഹം നമ്മൾ പണ്ട് തൊട്ടേ ഭജനം പഠിച്ച് അറിയാവുന്ന ആയതുകൊണ്ട് നമുക്ക് പ്രസംഗിക്കാനോ കേൾക്കുകയോ മനസ്സിലാക്കാനോ പ്രയാസമില്ല. എന്നാലും മറ്റൊരു പശ്ചാത്തലത്തിൽ വന്നൊരാളെ ഇത്രമാത്രം വചനം വായിച്ച് പഠിച്ച് പ്രസംഗിക്കാനായിട്ട് പ്രസംഗിക്കുമ്പോൾ അത് നമുക്കൊരു ഉത്തേജനമായിട്ട് മാറണം. അതിന് മാർഗിടനൊന്നും ആരും ഇരിക്കരുത്. അവന് മാറിയുള്ള ശുശ്രൂഷന്മാരാണ് ഈ കരിസ്മയുടെ ഒരു പ്രത്യേകത. പക്ഷേ നമ്മൾ പ്രത്യേക നിയമപ്രകാരമാണ് ഈ 5 സെക്ഷനിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നത്. ദയവായി ആ സെക്ഷൻസ് മിസ് ചെയ്യല്ലേ. അദ്ദേഹത്തിൻ്റെ സാക്ഷ്യങ്ങളെ, പ്രബോധനങ്ങൾ, വചനങ്ങൾ പഠിച്ചു പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൂതുകൾ നമുക്ക് അനുഗ്രഹമായി തീരും. വൈകിട്ട് നേരത്തെ വരണം. ഒത്തിരി സന്തോഷമുണ്ട്. ഇന്നലെ രാത്രി അദ്ദേഹത്തിൻ്റെ പ്ലെയിൻ മിസ്സാകേണ്ടതായിരുന്നു. പല പ്രാവശ്യം ക്യാൻസലായി. ലാസ്റ്റ് മൊമെൻറ്റ് വരെയും വളരെ ടൈറ്റായിട്ട് ടെൻഷനിലായിരുന്നു. 2 ഫ്ലൈറ്റ് മാറി വരണമായിരുന്നു. ഒരു ഫ്ലൈറ്റ് ഡിലേ ആയിപ്പോയി. അപ്പോഴത്തേക്ക് മറ്റേ ഫ്ലൈറ്റിൽ പോരാൻ ഉള്ള എല്ലാ സൗകര്യവും. എന്നാൽ ദൈവം തക്ക സമയത്ത് എല്ലാം നേരെയാക്കി കൊടുത്തു. പിന്നെ 2 മണിക്ക് വന്ന് കൈ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. രാത്രി നമ്മൾ പ്രാർത്ഥിച്ചു, ദൈവം പ്രാർത്ഥന കേട്ടു. തുടർന്ന് ഇവിടെ വചനം സംസാരിക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഒരു തടസ്സമില്ല. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതൊരു പ്രവാചകം കൂടെയാണ്. പ്രവചനം പറയാം. ഓടി നടന്ന് ശുശ്രൂഷിക്കാനൊന്നും ഒരു തടസ്സമില്ല. പെന്തക്കോസ്ത് സഭയുടെ അധ്യക്ഷൻ പാസ്റ്റർമാരെല്ലാം പരിശുദ്ധാത്മാവാണ്. കൈയടിച്ച് സ്വതം പറഞ്ഞാട്ടെ. പരിശുദ്ധാത്മാവ് എന്ത് തരുന്നോ
പ്രത്യേക നിയമപ്രകാരമാണ് അദ്ദേഹത്തിന് വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള ഞായറാഴ്ച ഉച്ച വരെ നമുക്കൊരു വലിയ വിടുതലിൻ്റെ ശുശ്രൂഷ നടക്കാൻ പോകുകയാണ്. നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഇവിടെ കടന്നു വരണം എന്ന് ഓർപ്പിക്കുന്നു. 5-10 മിനിറ്റ് മുമ്പോട്ട് പോയാൽ മുഖം മാറരുത്. നമുക്കൊരു വലിയ വിടുതൽ ഇനി ഇപ്പം നമുക്ക് അടുത്ത ആഴ്ച യോഗമില്ല. നമുക്കൊരു വലിയ അത്ഭുതമാണ്. എല്ലാവരും കൈയടിച്ച് ശക്തമായി. ഇപ്പം ജെയിംസ് ചാക്കോ സാറ് പൗർഷലിലെ പ്രെയർ കമ്മിറ്റിയുടെ കോർഡിനേറ്ററാണ്. ശക്തനായ ദേവദാസനാണ് ശുശ്രൂഷിക്കുന്നത്. രണ്ടുപേരെ ഒരിക്കൽ കൂടെ കൈയടിച്ച് സാധനം ചെയ്താണ്. താങ്ക് യു. Hallelujah. Praise the Lord. The Lord's presence is here. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. I met Pastor in Delhi. ഞാൻ കർത്താവിന്റെ ദാസൻ രാജു പാസ്റ്ററെ ഡൽഹിയിൽ വെച്ച് കണ്ടു. And we had a wonderful time together. ഞങ്ങൾക്ക് ഒരുമിച്ച് നല്ലൊരു സമയം ദൈവം തന്നു. It's a very loving and affectionate pastor. താൻ വളരെ സ്നേഹമുള്ള വാത്സല്യമുള്ള ഒരു ദൈവദാസനാണ്. When we see a pastor, we can understand the strength of the church. ആ ഒരു ദൈവദാസനെ കാണുമ്പോൾ ആ സഭയുടെ ശക്തി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. So I could sense the man of God right in the beginning when I met him there in Delhi. ഡൽഹിയിൽ വെച്ച് തന്നെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ എനിക്ക് തന്നിലുള്ള ആ അവസ്ഥകളെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. We had a wonderful time together. ഞങ്ങൾക്ക് ഒരുമിച്ച് നല്ലൊരു സമയം ദൈവം തന്നു. Can I say one thing to you? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. You have a blessed pastor. നിങ്ങൾക്ക് അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ് ലഭിച്ചിരിക്കുന്നത്. And you have got a great blessing from the Lord. നിങ്ങൾക്ക് ദൈവത്തിൽ നിന്നൊരു വലിയ അനുഗ്രഹം Shall we give a clap offering to the Lord? കരങ്ങളെ അടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കാം. Whenever we come to the presence of God, നാം ദൈവസന്നിധിയിൽ എപ്പോഴൊക്കെ വന്നാലും we need to experience the deliverance in our life. നമ്മുടെ ജീവിതത്തിൽ ആ വിടുതൽ നാം അനുഭവിക്കണം. How the deliverance comes to our life? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആ വിടുതൽ വരുന്നത്? When the word of God comes. ദൈവവചനം വരുമ്പോൾ. When the word of God comes and start doing the wonders in our life. ദൈവവചനം വന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ. So therefore whatever we need is there in the word of God. നമുക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ദൈവവചനത്തിലുണ്ട്. As I said in the beginning, ഞാൻ ആദ്യയിൽ പറഞ്ഞതുപോലെ we need the light of the word of God. നമുക്ക് ദൈവവചനത്തിന്റെ ജീവൻ വേണം. We need the power of the Holy Spirit. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തിയും വേണം. When these two things come in our life, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ miracle will take place. അവിടെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. I heard one preacher always saying like this. ഒരു പ്രാസംഗികൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. Our Christian life must not depend on the waves of our emotions. നമ്മുടെ വികാരങ്ങളുടെ തിളപ്പിലായിരിക്കരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ യാത്ര. But should be rooted in the word of God. പക്ഷേ മറിച്ച് അത് ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടത് വേരൂന്നണം. When we are rooted in the word of God, നാം ദൈവവചനത്തിൽ വേരൂന്നിയിരിക്കുമ്പോൾ we can experience the miracle of God. ദൈവത്തിന്റെ അത്ഭുതം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. Whenever Jesus did the miracle, യേശുക്രിസ്തു അത്ഭുതം ചെയ്തപ്പോഴെല്ലാം he used the word of God. താൻ ദൈവവചനം ഉപയോഗിച്ചു. Especially when he faced the temptation from the devil. പ്രത്യേകിച്ച് സാത്താൻ തന്റെ അടുക്കൽ പരീക്ഷിക്കാനായിട്ട് വന്നപ്പോൾ At the time Jesus said like this, ആ സമയത്ത് യേശു ഇങ്ങനെ പറഞ്ഞു, man shall not live by bread alone, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല but he ജീവിക്കുന്നത്, can live by the word of God. മറിച്ച് അവൻ ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചും ജീവിക്കണം. I was a sick man. ഞാൻ ഒരു രോഗിയായ മനുഷ്യനായിരുന്നു. And that was one of the reasons that I was led to the Lord. അതാണ് ഞാൻ കർത്താവിലേക്ക് വരുവാനുള്ള ഒരു മുഖാന്തരമായി തീർന്നത്. And when I came to the Lord, ഞാൻ ദൈവത്തിലേക്ക് വന്നപ്പോൾ I was not only not healed, but the sickness when I came here in Kerala started increasing much more greatly. ഞാൻ രോഗത്തിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചു എന്ന് മാത്രമല്ല, പ്രാപിച്ചില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ ഞാൻ വന്നപ്പോൾ അത് അധികമായി വർദ്ധിക്കുവാൻ തുടങ്ങി. My faith started going down. എന്റെ വിശ്വാസം താഴേക്ക് പോകുവാൻ തുടങ്ങി. I was reading a small booklet called Exceedingly Growing in Faith. ഞാൻ ഒരു ചെറിയ ലഘുലേഖ പുസ്തകം വായിക്കുവാൻ തുടങ്ങി, വിശ്വാസത്തിൽ അതിശക്തമായി വളരുക എന്നുള്ളതിനെ That കുറിച്ച്. was written by a healing preacher called Kenneth Hagin. കെനത്ത് ഹേഗൻ എന്ന് പറയുന്ന ഒരു രോഗശാന്തി വരപ്രാപ്തനായ ദൈവദാസൻ എഴുതിയ പുസ്തകം. He was a powerful preacher at that time. ആ സമയത്ത് വളരെ ശക്തനായ ഒരു ദൈവദാസനായിരുന്നു അദ്ദേഹം. He gave a small booklet. He wrote a small booklet of growing in faith. വിശ്വാസത്തിൽ വളരുന്നതിനെ കുറിച്ച് ഒരു ചെറിയ പുസ്തകം താൻ എഴുതി. That is talking about the word of God should become
the living word of God. ദൈവവചനം ജീവനുള്ള വചനമായി മാറണം എന്നുള്ളതാണ് അതിനകത്തെ ആശയം. Written word should become the living word. എഴുതപ്പെട്ട വചനം ജീവനുള്ള വചനമായി മാറണം. When we take the word of God നാം ദൈവവചനം എടുക്കുമ്പോൾ and put it in your life, അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഇടുമ്പോൾ written word should become a living word. എഴുതപ്പെട്ട വചനം ജീവനുള്ള വചനമായി മാറി. Living word brings the miracle in our life. ആ ജീവനുള്ള വചനമാണ് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത്. I was suffering for 4 years. ഞാൻ 4 വർഷമായിട്ട് രോഗത്താൽ കഷ്ടപ്പെട്ടു. And there came a preacher in a place called Adur who was called as a Black Billy Graham from South Africa. സൗത്ത് ആഫ്രിക്കയിലെ കറമ്പനായ ബില്ലി ഗ്രഹാം എന്ന അറിയപ്പെട്ടിരുന്ന ഒരു മനുഷ്യൻ ആ സമയത്ത് അവിടെ വരുവാനിടയായി. So many miracles were happening. ഒത്തിരി അത്ഭുതങ്ങൾ ആ സമയത്ത് ഇങ്ങനെ നടന്നു. I used to go for healing. ഞാനും സൗഖ്യത്തിനായി പോയി. 4 days healing prayer was there. 4 ദിവസം രോഗശാന്തി ശുശ്രൂഷ നടന്നു. People used to lay their hand and pray. താൻ കരം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. Nothing was happening. ഒന്നും സംഭവിച്ചില്ല. I was not healed. ഞാൻ സൗഖ്യം പ്രാപിച്ചില്ല. And my faith went down. എന്റെ വിശ്വാസം വീണ്ടും കുറഞ്ഞു. When I was in a Bible college, എന്നാൽ ഞാൻ ബൈബിൾ കോളേജിലായിരുന്നപ്പോൾ there was a senior brother studying in the same Bible college. എനിക്ക് മുതിർന്നതായ ഒരു വിദ്യാർത്ഥിയായി അവിടെ പഠിച്ച മറ്റൊരു വ്യക്തി, And he knew that I am a sick man. ആ വ്യക്തിക്ക് അറിയായിരുന്നു ഞാൻ ഒരു രോഗിയാണെന്ന്. And that was a Sunday evening. ഒരു ഞായറാഴ്ച വൈകിട്ട് He felt and he said, "Brother, can we pray?" തനിക്ക് ഒരു പ്രേരണയുണ്ടായിട്ട് താൻ ഇങ്ങനെ പറഞ്ഞു, സഹോദരാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന്. We started singing song together. ഞങ്ങൾ ഒരുമിച്ച് പാട്ട് പാടി തുടങ്ങി. We started reading the Bible. ഞങ്ങൾ ഒരുമിച്ച് വേദപുസ്തകം വായിച്ചു. He was encouraging some biblical verses of the healing from the Bible. രോഗസൗഖ്യത്തെ കുറിച്ചുള്ള ചില വാക്യങ്ങൾ വചനത്തിൽ നിന്ന് താൻ തരുവാൻ തുടങ്ങി. He started praying. പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. And in between he got up and laid his hand over me. അതിന്റെ ഇടയിൽ താൻ എഴുന്നേറ്റ് തന്റെ കരം എന്റെ മേൽ വെച്ച് പ്രാർത്ഥിച്ചു. He used the word of God several times there. അവിടെ താൻ പല പ്രാവശ്യം ദൈവ വചനം ഉദ്ധരിച്ചു. And he prayed for me in the name of Jesus. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താൻ എനിക്ക് വേണ്ടി The പ്രാർത്ഥിച്ചു. sickness which was troubling me for 4 years, 4 വർഷമായി എന്നെ ഭാരപ്പെടുത്തിയ ആ രോഗം, in the name of Jesus at that time I was miraculously healed. ആ സമയത്ത് തന്നെ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായി. Jesus is a healer. യേശു ഇന്നും സൗഖ്യദായകനാണ്. He heals us mentally. താൻ നമ്മെ മാനസികമായി സൗഖ്യമാക്കും. He heals us physically. താൻ നമ്മെ ശാരീരികമായി He സൗഖ്യമാക്കും. heals us emotionally. താൻ നമ്മെ വൈകാരികമായി He സൗഖ്യമാക്കും. heals us situationally. താൻ നമ്മുടെ സാഹചര്യങ്ങളിൽ സൗഖ്യമാക്കും. He is our healer. യേശുവാണ് നമ്മുടെ He സൗഖ്യദായകൻ. is our healer. യേശുവാണ് നമ്മുടെ Let us receive സൗഖ്യദായകൻ. that healing in our life. ആ സൗഖ്യം നമ്മുടെ ശരീരത്തിൽ പ്രാപിക്കാൻ When the ജീവിതത്തിൽ written word becomes a living word, എഴുതപ്പെട്ട വചനം ജീവനുള്ള the വചനമാകുമ്പോൾ life start coming. അവിടെയാണ് ജീവൻ വ്യാപരിക്കുവാൻ Death തുടങ്ങുന്നത്. will go away. Death will go അവിടെ away. മരണം മാറിപ്പോകും. Life will come. ജീവൻ വരും. Deliverance will come. അവിടെ വിടുതൽ വരും. Healing will come. സൗഖ്യം വരും. We need the deliverance in our life. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ സൗഖ്യം So we വേണം. were talking about the salvation this morning. നമ്മൾ രക്ഷയെ കുറിച്ചാണല്ലോ ഇന്ന് പകൽ We were talking about the സംസാരിച്ചുകൊണ്ടിരുന്നത്. names of the salvation. രക്ഷയുടെ നാമങ്ങളെ കുറിച്ച് We പറഞ്ഞു. were talking about the hope of the salvation. രക്ഷയുടെ പ്രത്യാശയെ കുറിച്ച് പറഞ്ഞു. Now we need to talk. We talks about the faith of the salvation. ഇനിയും രക്ഷയിലെ വിശ്വാസത്തെ കുറിച്ച് നാം പറയുവാൻ Verse 3 and 4 he's talking about the hope of salvation. 3ഉം 4ഉം വാക്യങ്ങൾ രക്ഷയുടെ പ്രത്യാശയെ കുറിച്ചാണ് And പറയുന്നത്. 5 to 9 he's talking about the faith of salvation. എന്നാൽ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വിശ്വാസത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. Faith, 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 faith. വിശ്വാസം 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 വിശ്വാസം. Can you repeat that word? Faith, faith, faith. Come on. ഒന്ന് ആവർത്തിച്ചൊന്ന് പറയാമോ? എന്നോട് കൂടെ പറയാമോ? വിശ്വാസം വിശ്വാസം വിശ്വാസം. Loudly together. ഉറക്കെ കുറച്ചുകൂടെ ശബ്ദത്തോടെ. Faith, വിശ്വാസം faith. വിശ്വാസം വിശ്വാസം. We need faith in our life. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ആവശ്യമാണ്. Whoever came to Jesus, യേശുവിന്റെ അടുക്കൽ ആര് വന്നാലും for all of them Jesus was saying one thing. അവരോടെല്ലാം കർത്താവ് പറഞ്ഞ ഒരു കാര്യം, Do you believe? നീ വിശ്വസിക്കുന്നുവോ? Do you believe? നീ
വിശ്വസിക്കുന്നുവോ? When we say I believe, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ the Lord does the miracle in our lives. അവിടെയാണ് ദൈവം ജീവിതത്തിൽ അത്ഭുതം ചെയ്യുന്നത്. You remember in the 9th chapter of the Gospel of Mark, മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം നിങ്ങൾ a ഓർക്കുമെങ്കിൽ father is coming to Jesus and telling like this, ഒരു പിതാവ് തന്റെ മകനുമായി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, I brought my son sick. ഞാൻ എന്റെ മകനെ രോഗിയായി കൊണ്ടുവന്നു. I asked your disciple to pray. അങ്ങയുടെ ശിഷ്യന്മാർ അവന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. They prayed. അവര് പ്രാർത്ഥിച്ചു. Nothing happened. ഒന്നും സംഭവിച്ചില്ല. Jesus started talking something to him. യേശു അവനോട് എന്തൊക്കെയോ സംസാരിച്ചു. One question Jesus is asking. ഒരു ചോദ്യം യേശു ചോദിച്ചു. Do you believe? നീ വിശ്വസിക്കുന്നുവോ? What was the question? എന്തായിരുന്നു ചോദ്യം? Do you believe? നീ വിശ്വസിക്കുന്നുവോ? This is what the Lord is asking today. ഇതാണ് ഇന്ന് പകൽ കർത്താവ് You have ചോദിക്കുന്നത്. a problem in your life. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകാം. You prayed for that. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു You കാണാം. went for the prayer. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോയി. You received the prayer. നിങ്ങൾ പ്രാർത്ഥന പ്രാപിച്ചു. But nothing has happened. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. But Jesus is asking, എന്നാൽ യേശു ചോദിക്കുകയാ, do you believe? നീ വിശ്വസിക്കുന്നുവോ? Do you നീ believe? വിശ്വസിക്കുന്നുവോ? Do you നീ believe? വിശ്വസിക്കുന്നുവോ? Do you നീ believe? വിശ്വസിക്കുന്നുവോ? Do you believe? നീ വിശ്വസിക്കുന്നുവോ? What was the reply of that man? എന്തായിരുന്നു ആ മനുഷ്യന്റെ മറുപടി? I do believe. ഞാൻ വിശ്വസിക്കുന്നു. I do believe. ഞാൻ വിശ്വസിക്കുന്നു. But somewhere back in my mind, എവിടെയോ എന്റെ മനസ്സിനകത്ത് I have unbelief. എനിക്ക് അവിശ്വാസമുണ്ട്. Have mercy on me. എന്നോട് These are കരുണയുണ്ടാകണമേ. the two prayers we need to have. ഈ രണ്ട് പ്രാർത്ഥനയാണ് നമുക്ക് I ഉണ്ടാകേണ്ടത്. believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഞാൻ Have വിശ്വസിക്കുന്നു. mercy on my unbelief. എങ്ങനെയാണ് ഒരു Have mercy on my unbelief. Have mercy on my unbelief. എന്റെ അവിശ്വാസത്തിൽ കൃപയുണ്ടാകണമേ. We need to ask the mercy of God. നാം ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ചോദിക്കണം. Lord, somewhere I am doubting. ഞാൻ എവിടെയോ സംശയിക്കുന്നു. Somewhere I am not believing. എവിടെയോ ഞാൻ വിശ്വസിക്കുന്നില്ല. I need your mercy. എനിക്ക് അങ്ങയുടെ കരുണ When that ആവശ്യമാണ്. man prayed like that, എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. his son was miraculously healed. ആ സമയത്താണ് ആ മനുഷ്യന്റെ മകന് സൗഖ്യം Your പ്രാപിച്ചത്. son will be healed. നിങ്ങളുടെ മകൻ സൗഖ്യം Your daughter പ്രാപിക്കും. will be healed. നിങ്ങളുടെ മകൾ സൗഖ്യം Your പ്രാപിക്കും. sickness will be healed. നിങ്ങളുടെ രോഗം You സൗഖ്യമാകും. will experience the deliverance in our life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിടുതൽ അനുഭവിക്കും. Because the Lord is here. കാരണം ദൈവം ഇവിടെയുണ്ട്. Lord is here. ദൈവം ഇവിടെയുണ്ട്. Could you please clap your hand and say to the Lord, ദൈവത്തോട് പറ, Lord is here. ദൈവം ഇവിടെയുണ്ട്. I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഞാൻ വിശ്വസിക്കുന്നു. I believe. ഞാൻ വിശ്വസിക്കുന്നു. 4 types of faith I want to talk to you. 4 തരത്തിലുള്ള വിശ്വാസത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ. Number 1, ഒന്ന്, power of faith. വിശ്വാസത്തിന്റെ ശക്തി. There is a power in the prayer, പ്രാർത്ഥനയിൽ ശക്തിയുണ്ട്. but faith also has a power. അതുപോലെ തന്നെ വിശ്വാസത്തിനും ഒരു If ശക്തിയുണ്ട്. you read verse 5 of the 1 Peter chapter 1, 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നിങ്ങൾ he's വായിച്ചാൽ talking about the faith, power of God, power of faith. അവിടെ വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ചാണ് പറയുന്നത്. You should not take faith lightly. വിശ്വാസത്തെ ലഘുവായി എടുക്കരുത്. There is a magazine called Reader's Digest, റീഡേഴ്സ് ഡൈജസ്റ്റ് എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. and I have read an article in that. അതിനകത്ത് ഞാനൊരു ലേഖനം ഇങ്ങനെ വായിച്ചു. There was a doctor called Dr. Matthew, ഒരു മാർട്ടീവ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. and he was a heart specialist. താൻ ഒരു ഹൃദ്രോഗ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു. There were 1600 patients he has evaluated. താൻ 1600 രോഗികളെ താൻ പരിശോധിച്ചിട്ടുണ്ട്. 800 people didn't believe in God. അതിൽ 800 പേര് ദൈവത്തിൽ വിശ്വസിച്ചില്ല. 800 people were believing in God. 800 പേര് ദൈവത്തിൽ വിശ്വസിച്ചു. And the doctor says like this, എന്നിട്ട് ആ ഡോക്ടർ ഇങ്ങനെയാണ് പറയുന്നത്, the people who had a faith in God, ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നവർ they were responding to the medicine 10 times higher than the people who don't believe in God. ദൈവത്തിൽ Yes. വിശ്വസിക്കാത്തവരെക്കാൾ 10 മടങ്ങ് അധികമായിട്ട്
വിശ്വസിച്ചവർ മരുന്നിനോട് പ്രതികരിച്ചു. Faith has a power. വിശ്വാസത്തിനൊരു ശക്തിയുണ്ട്. Faith has a power. വിശ്വാസത്തിനൊരു ശക്തിയുണ്ട്. It's not the government power. അത് ഗവൺമെന്റിന്റെ ശക്തിയല്ല. It's not a money power. അത് പണത്തിന്റെ ശക്തിയല്ല. It's not an influence power. അത് സ്വാധീനത്തിന്റെ ശക്തിയല്ല. It's a power of God. അത് ദൈവത്തിന്റെ It's the ശക്തിയാണ്. power of God. അത് ദൈവത്തിന്റെ Power ശക്തിയാണ്. of God. ദൈവത്തിന്റെ ശക്തി. Faith has a power. വിശ്വാസത്തിനൊരു And ശക്തിയുണ്ട്. that power is the power of God. അതിനകത്ത് ദൈവത്തിന്റെ ശക്തി വിശ്വാസത്തിൽ. If God is with us, ദൈവം നമ്മോട് കൂടെ who ഉണ്ടെങ്കിൽ can be against us? ആര് നമ്മളോട് എതിർത്തു നിൽക്കും? Satan cannot be against us. പിശാചിന് നമ്മളോട് Sickness എതിർക്കുവാൻ cannot പറ്റത്തില്ല. be against us. രോഗത്തിന് നമുക്കെതിരെ വരുവാൻ പറ്റില്ല. Trouble cannot be against us. പ്രശ്നങ്ങൾക്ക് നമുക്കെതിരെ വരുവാൻ We are പറ്റില്ല. more than conquerors. നാം ജയാളികളാണ്. Hallelujah. 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 God, I believe in you. ദൈവമേ, ഞാൻ അങ്ങയിൽ I വിശ്വസിക്കുന്നു. believe in God. ഞാൻ ദൈവത്തിൽ I believe in വിശ്വസിക്കുന്നു. the power of God. ഞാൻ ദൈവത്തിന്റെ ശക്തിയിൽ I believe in the വിശ്വസിക്കുന്നു. word of God. ഞാൻ ദൈവത്തിന്റെ വചനത്തിൽ I believe വിശ്വസിക്കുന്നു. prayer offered to God. ദൈവത്തോടൊപ്പം കഴിക്കുന്ന പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിക്കുന്നു. I believe that I am a child of God. ഞാനൊരു ദൈവ പൈതലാണെന്ന് We വിശ്വസിക്കുന്നു. need that faith in our life. നമുക്ക് ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ Sometimes we have got ആവശ്യമായിരിക്കുന്നത്. faith in God. ഇന്ന് ചില സമയത്ത് നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസമുണ്ട്. That is good. അത് നല്ലതാ. We need to have the faith in the word of God. ദൈവവചനത്തിലുള്ള വിശ്വാസവും വേണം. Sometimes we have faith in the word of God. ചില സമയത്ത് നമുക്ക് ദൈവവചനത്തിൽ We വിശ്വാസമുണ്ട്. need to faith in our prayer that we offer to God. എന്നാൽ നാം ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയിൽ വിശ്വാസം We ഉണ്ടാകണം. need faith in God. ദൈവത്തിൽ വിശ്വാസം We വേണം. need faith in the word of God. ദൈവവചനത്തിൽ വിശ്വാസം We വേണം. need faith in the prayer that we offer to God. നാം ദൈവത്തോട് കഴിക്കുന്ന പ്രാർത്ഥനയിൽ വിശ്വാസം We വേണം. also need to have faith in us that I'm a child of God. അപ്പോൾ തന്നെ ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള Yes, yes. വിശ്വാസം എന്നിൽ തന്നെ എനിക്കുണ്ടാകണം. Paul had a faith like that. പൗലോസിന് അങ്ങനെയുള്ള ഒരു And വിശ്വാസമുണ്ട്. he says like this: എന്നിട്ട് താൻ ഇങ്ങനെയാ I പറയുന്നത്, can do all things through Christ who gives me strength. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. Hallelujah. Hallelujah. Because I'm not an ordinary man. കാരണം ഞാനൊരു I have സാധാരണക്കാരനല്ല. a faith in God. എനിക്ക് ദൈവത്തിൽ ഒരു വിശ്വാസമുണ്ട്. Faith has a power of God. വിശ്വാസത്തിന് ദൈവത്തിന്റെ ഒരു ശക്തിയുണ്ട്. Hallelujah. Hallelujah. Power of God, power of God, power of God. ദൈവശക്തി, ദൈവശക്തി, ദൈവശക്തി. I like Pastor was saying like this. പാസ്റ്റർ ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു. And we have got words have a power. We need to talk positive. നാം ക്രിയാത്മകമായ കാര്യങ്ങൾ സംസാരിക്കണം, കാരണം അതിന് ശക്തിയുണ്ട്. When we keep on talking positively, നമ്മൾ ക്രിയാത്മകമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ positive will come to us. Positive will happen. അവിടെ ക്രിയാത്മകമായ കാര്യങ്ങൾ സംഭവിക്കും. When we talk negative, നാം നിഷ്ക്രിയമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ negative will happen in our life. നിഷ്ക്രിയമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. What you want to happen in your life? എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Positive or negative? ക്രിയാത്മകമോ നിഷ്ക്രിയമായതോ? Death or life? ജീവനോ മരണമോ? We all want to see the positive thing in our life. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിയാത്മകമായ കാര്യങ്ങൾ നടക്കുന്നതാണ് When we കാണുവാൻ start ആഗ്രഹിക്കുന്നത്. positively, നാം അങ്ങനെ സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ positive things will come in our lives. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. Sometimes when we go through sickness and all that, ചില സമയത്ത് നാം രോഗത്തിൽ കൂടെയൊക്കെ കടന്നു we പോകുമ്പോൾ keep on talking negatively. നാം നിഷ്ക്രിയമായ കാര്യങ്ങൾ സംസാരിച്ചു And as a തുടങ്ങും. result, what happens? അതുകൊണ്ട് എന്ത് സംഭവിക്കും? Negative things only will happen. നിഷ്ക്രിയമായ കാര്യങ്ങൾ സംഭവിക്കും. Book of Job is a solid example for that. യോബിന്റെ പുസ്തകം അതിനുള്ള ഒരു ശക്തമേറിയ തെളിവാണ്. Job says like this: യോബ് ഇങ്ങനെ പറയുന്നു, what I believed that happened to me. ഞാൻ ഭയപ്പെട്ടത് എനിക്ക് വന്നു ഭവിച്ചു. Hallelujah. Hallelujah. He was a good man. യോബ് ഒരു നല്ല He was മനുഷ്യനായിരുന്നു. a righteous ഒരു man. നീതിമാനായ He മനുഷ്യനാണ്. was a man of great virtues. നല്ല ഗുണങ്ങളുള്ള ഒരു A മനുഷ്യനായിരുന്നു. man of great patience. വളരെ സഹിഷ്ണുതയുള്ള മനുഷ്യൻ. Somewhere fear was creeping there. എന്നാൽ എവിടെയോ ഒരു ഭയം തന്റെ അകത്ത് കയറി. When the fear starts creeping, ഭയം നുഴഞ്ഞു കയറുമ്പോൾ Satan starts working. അവിടെയാണ് പിശാച് പ്രവർത്തിച്ചു When the തുടങ്ങുന്നത്. faith start working, അവിടെ പ്രവർത്തിച്ചു തുടങ്ങും പിശാച് തുടങ്ങുമ്പോൾ, when faith start working, വിശ്വാസം പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ God start coming in our life. അവിടെ വിടുതലുകൾ വരുവാൻ തുടങ്ങും. There are two kingdoms.
രണ്ട് രാജ്യങ്ങളുണ്ട്. One is the kingdom of God, ഒന്ന് ദൈവരാജ്യം, another one is the kingdom of the devil. മറ്റേത് പിശാചിന്റെ രാജ്യം. Kingdom of the devil works on the basis of fear, പിശാചിന്റെ രാജ്യം പ്രവർത്തിക്കുന്നത് ഭയത്തിന്റെ and the അടിസ്ഥാനത്തിലാണ്. kingdom of God works on the realm of faith. എന്നാൽ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിന്റെ തലത്തിലാണ്. What you want to see happening in your life, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് നിങ്ങൾ God ആഗ്രഹിക്കുന്നത്? or the devil? ദൈവമോ പിശാചോ? We all want God to work in our life. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. We need to increase our faith. നമ്മുടെ വിശ്വാസം നാം So വർദ്ധിപ്പിക്കണം. he's talking the power of faith. അവിടെ താൻ വിശ്വാസത്തിന്റെ ശക്തിയെ കുറിച്ചാണ് All പറയുന്നത്. our meetings we need to use it as a power of faith in our life. നമ്മുടെ എല്ലാ കൂടിവരവുകളിലും വിശ്വാസത്തിന്റെ ശക്തിയാക്കി മാറ്റിയെടുക്കണം. Do everything through which we can have our faith increased rapidly in our lives. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചെടുക്കുന്ന ഒരളവിലേക്ക് അനുഭവത്തിലേക്ക് നാം എത്തണം. Whether it is a prayer, അത് പ്രാർത്ഥനയിൽ കൂടെ whether ആയാലും, it is reading the Bible, വചനത്തും വായിക്കുന്നതായാലും, whether it is hearing the prophetical word, അത് പ്രവചന ശബ്ദം കേട്ടാലും, whether it is hearing the voice of God, അത് ദൈവശബ്ദം കേൾക്കുന്നതായാലും, whether we are inspired by the Spirit of God. നാം പരിശുദ്ധാത്മാവിനാൽ ഉത്തേജിക്കപ്പെട്ടാലും, All these things should do one thing in our lives: ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യമാണ്. increase our faith. അത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം. Remember one day the disciple came and fell down at the feet of Jesus and asked like this: ഒരിക്കൽ ഓർക്കുന്നുണ്ടോ, യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് വീണിട്ട് ഇങ്ങനെ ചോദിച്ചു, Lord, increase our faith. കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. Shall we say together, Lord, increase our faith? നമുക്ക് ഒരുമിച്ചൊന്ന് പറയാം, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. Loudly together. ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞാട്ട്, Lord, കർത്താവേ yes. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. Repeat it again. ഒരിക്കൽ കൂടെ, കർത്താവേ കർത്താവേ, കർത്താവേ എന്റെ വിശ്വാസം ഞങ്ങളുടെ വിശ്വാസം വളർത്തണമേ. Increase my faith. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. How the faith is increasing? എങ്ങനെയാണ് വിശ്വാസം By വർദ്ധിക്കുന്നത്? praying day and night. അത് പ്രാർത്ഥനയാൽ രാവും By reading the word of God. ദൈവവചനം വായിക്കുന്നതിനാൽ, By hearing the testimony. സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനാൽ. Faith comes by hearing, and hearing of the word of God. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. And testimony hearing also increases our faith. സാക്ഷ്യങ്ങൾ കേൾക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കും. Remember the angel of the Lord appeared to Mother Mary, യേശുവിന്റെ അമ്മയായ മറിയയുടെ അടുക്കൽ ദൂതൻ വന്നത് ഓർക്കുന്നു. and he said, you are going to give birth to a child. നീ ഒരു മകന് ജന്മം നൽകുമെന്ന് പറഞ്ഞു. Did she believe? ആദ്യം അവൾ വിശ്വസിച്ചോ? Yes or no? No, she didn't believe. ഇല്ല, താൻ വിശ്വസിച്ചില്ല. Suddenly angel quoted him testimony, അപ്പോൾ ദൂതൻ ഉടനെ ഒരു സാക്ഷ്യം പറഞ്ഞു. and he quoted a testimony of Elizabeth. എലിസബത്തിന്റെ കാര്യം ദൂതൻ സാക്ഷ്യമായി പറഞ്ഞു. Elizabeth was ammachi. എലിസബത്ത് ഒരു പ്രായം ചെന്ന മാതാവാണ്. Elizabeth husband is apachan. എലിസബത്തിന്റെ ഭർത്താവ് പ്രായം ചെന്നു കഴിഞ്ഞു. When I took the word to them, ഞാൻ ഈ വചനം അവരുടെ അടുക്കൽ കൊണ്ടുചെന്നു. they believed it. അവരത് വിശ്വസിച്ചു. She is pregnant now. ഇപ്പോൾ എലിസബത്ത് ഗർഭിണിയാണ്. 6 months has happened. 6 മാസമായി. When she heard the testimony, ആ സാക്ഷ്യം കേട്ടപ്പോൾ suddenly her mentality changed. പെട്ടെന്ന് അവരുടെ മനോഭാവം She മാറി. says, let it happen to me. അവൾ പറഞ്ഞു, എനിക്ക് അതുപോലെ ഭവിക്കട്ടെ. We need to hear the testimony. നാം സാക്ഷ്യം We കേൾക്കണം. need to read the word of നാം God. ദൈവവചനം We വായിക്കണം. need to pray to നാം God. ദൈവത്തോട് God, പ്രാർത്ഥിക്കണം. I need to increase my faith. കർത്താവേ എന്റെ വിശ്വാസം Faith വർദ്ധിപ്പിക്കണേ. must be increased in our life. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കണം. More faith is happening. അധികം വിശ്വാസം വരും. More power of God is coming. അധികം ദൈവശക്തി നമ്മളിലേക്ക് വരും. Verse 5 says like this: 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, faith is a power, വിശ്വാസം ശക്തിയാണ്. and that is a power of God. അത് ദൈവത്തിന്റെ ശക്തിയാണ്. And when we take that power of God in our life, ആ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ, and I tell you that God start working in our life. ഞാൻ പറയട്ടെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു The തുടങ്ങും. second thing is talking about the purity of faith. രണ്ടാമത് വിശ്വാസത്തിന്റെ നിർമ്മലതയെ കുറിച്ച് സംസാരിക്കുന്നു. Our faith must be purified. നമ്മുടെ വിശ്വാസം നിർമ്മലമായിരിക്കണം. Sometimes God allows some trouble to happen in our lives. ചില സമയത്ത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുവാൻ Why, അനുവദിക്കും. Lord?
എന്തുകൊണ്ട് ദൈവമേ, Oh, why this not healing? എന്തുകൊണ്ട് ഈ സൗഖ്യം വരുന്നില്ല? Why the door is not opening? എന്തുകൊണ്ട് ആ വാതിൽ Why തുറക്കപ്പെടുന്നില്ല? there is no miracle? എന്തുകൊണ്ട് അത്ഭുതം God നടക്കുന്നില്ല? allows some trouble in our life. ചില സമയത്ത് ദൈവം ചില പ്രശ്നങ്ങൾ നമ്മുടെ He ജീവിതത്തിൽ wants to അനുവദിക്കും. purify our life. കാരണം നമ്മുടെ ജീവിതത്തെ ഒന്ന് നിർമ്മലമാക്കി We, ശുദ്ധീകരിച്ചെടുക്കുവാൻ. whether it is a genuine or not. നാം സത്യസന്ധരാണോ അല്ലയോ? That's why the wind of the trouble blows in our life. അങ്ങനെയാണ് പ്രതികൂല കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ Paul അടിക്കുന്നത്. in the book of Philippians chapter 1 verse says like this. പൗലോസ് ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, What has happened to me has made the things clear, and the trouble which has happened for my good. എനിക്ക് ഭവിച്ചതൊക്കെയും എന്റെ നന്മയ്ക്കായി ഭവിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നു. And the trouble which made him to have his faith increased there. അവിടെയാണ് ആ പ്രശ്നങ്ങളാണ് തന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാൻ ഇടയായത്. So every problem we should take as a promotion in our life. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ചവിട്ടുപടിയായി നാം കാണണം. Sometimes we take it negatively. ചിലപ്പോൾ നാം അത് നിഷ്ക്രിയമായി എടുക്കാറുണ്ട്. We need to change our perspective. നമ്മുടെ ആ കാഴ്ചപ്പാടൊന്ന് മാറ്റണം. Book of James chapter 1 verse 3, the Bible says like this. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, Whenever you go through the various troubles, my brethren, പരിശോധനകളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ take it consider it as a great joy. അതൊരു മഹാസന്തോഷമായി എണ്ണുവീൻ. So therefore we need to think it in a positive sense in our life. അതുകൊണ്ട് അതൊരു ക്രിയാത്മകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നാം കാണണം. The third thing I want to talk about the faith is, വിശ്വാസത്തെക്കുറിച്ചുള്ള മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, not only the faith has a power, വിശ്വാസത്തിന് ശക്തിയുണ്ടെന്ന് മാത്രമല്ല, not only faith needs the purification in our life, വിശ്വാസം നിർമ്മലമായിരിക്കണമെന്ന് മാത്രമല്ല, so the troubles make our faith real faith. ഈ പ്രതിസന്ധികളാണ് നമ്മുടെ വിശ്വാസത്തെ യഥാർത്ഥ വിശ്വാസമാക്കി മാറ്റുന്നത്. You know, in Karnataka a lot of problems is happening now. നിങ്ങൾക്കറിയാം, കർണാടകയിൽ ഇപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ നടക്കുന്നു. BJP, Bajrang Dal, Shiv Sena, Sangha Parivar is against us. സുവിശേഷേതര ശക്തികളെല്ലാം ഞങ്ങൾക്കെതിരെയാണ്. And one good thing is happening is, ഇവിടെ നടക്കുന്ന ഒരു നല്ല കാര്യം, real pastors are becoming more strong. യഥാർത്ഥമായ ദൈവദാസന്മാർ കൂടുതൽ കരുത്തുള്ളവരായി മാറുകയാണ്. Real churches are growing. യഥാർത്ഥമായ സഭകൾ വളരുകയാണ്. Our faith becomes genuine. ഞങ്ങളുടെ വിശ്വാസം യഥാർത്ഥമായ വിശ്വാസമായി മാറുന്നു. Sometimes a duplicate faith we have. ചില സമയത്ത് കപടഭക്ത വിശ്വാസം നമുക്കുണ്ട്. Very empty faith. വളരെ ശൂന്യമായ വിശ്വാസം. So God allows the things to happen in our lives. അങ്ങനെയുള്ളപ്പോൾ ചില വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുവാൻ ദൈവം ഇടയാക്കും. Therefore take the problem as a positive thing in our life. അതുകൊണ്ട് ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ ഒരു ക്രിയാത്മകമായ കാര്യമായി കാണുക. And our faith increases in our lives. അവിടെയാണ് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നത്. I was a pastor in Punnapara. ഞാൻ പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു പാസ്റ്ററായിട്ടായിരുന്നു. I was preaching in front of a mosque. ഞാൻ ഒരു മോസ്കിന്റെ മുൻപിൽ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്. And lots of Muslims were listening. അവിടെ ഒത്തിരി മുസ്ലിംസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. Some good translator like this was beautifully translating my message, and I was enthusiastically preaching there. അവിടെ ഒരു നല്ല വ്യക്തി എൻ്റെ സന്ദേശം തർജ്ജിമ ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ വളരെ ആവേശത്തോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. Lots of Muslims were listening. ഒത്തിരി മുസ്ലിംസ് ഇങ്ങനെ എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരുന്നു. Nobody was opposing. ആരും എതിർത്തില്ല. And I was preaching that what original Torah which was given during the time of Jesus or Moses, our Bible is not changed. That is what I was preaching. ഞാൻ ദൈവം മോശയ്ക്ക് കൊടുത്ത പഞ്ചഗ്രന്ഥങ്ങൾക്ക് യാതൊരു മാറ്റവും വേദപുസ്തകത്തിൽ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. I thought all Muslims are going to accept Jesus Christ. ഞാൻ ഓർത്തു എല്ലാ മുസ്ലിംസും യേശുക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ പോകുകയാണ്. And I thought next week itself I am going to give a mass baptism to all the people who are listening there. അവിടെ നിന്ന് അന്നേരം കേട്ടുകൊണ്ടിരുന്നവരെ എല്ലാം ഒരു കൂട്ട സ്നാനം അടുത്തയാഴ്ച ഇവിടെ നടക്കും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. I did not know that they were going to baptize me. ഞാൻ അറിഞ്ഞില്ല അവർ എന്നെ സ്നാനപ്പെടുത്തുവാൻ പോകുകയാണെന്നുള്ളത്. And ഞാൻ after അറിഞ്ഞില്ല. next day I was caught up and was locked up there. അടുത്ത ദിവസം അവർ എന്നെ പിടിച്ചു, എന്നെ അകത്തിട്ട് പൂട്ടി. And I was beaten very badly there in Punnapara. ആ പുന്നപ്രയിൽ വെച്ച് അവരെന്നെ അടിച്ച് വല്ലാതെ വശമതരാക്കി. Do you know what happened? എന്താ സംഭവിച്ചെന്നറിയാമോ? My faith, instead of going down, my faith started growing. എന്നാൽ അവിടെ എന്റെ വിശ്വാസം കുറഞ്ഞു പോകുന്നതിന് പകരം അത് വർദ്ധിക്കുവാൻ തുടങ്ങി. I told them publicly, ഞാൻ പരസ്യമായി ഇവരോട് പറഞ്ഞു,
My wife is not expecting tonight that I will come back. ഞാൻ ഇന്ന് ഭവനത്തിലേക്ക് മടങ്ങി വരുമെന്ന് എന്റെ ഭാര്യയ്ക്ക് ഒരു My പ്രതീക്ഷയുമില്ല. Jesus is living. എന്റെ യേശു ജീവിക്കുന്നു. Our faith start increasing when the trouble comes in our life. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുവാൻ തുടങ്ങും. The purity of faith is needed in our life. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ നിർമ്മലത ആവശ്യമാണ്. The third thing I want to talk from this passage is, ഈ ഭാഗത്തു നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കാര്യം, I call it a passion of faith. ഞാൻ വിശ്വാസത്തിന്റെ ആവേശം എന്ന് ഞാൻ പറയാം. If you read that verse, it says like this. നാം ആ ഭാഗം വായിച്ചാൽ ഇങ്ങനെ പറയുന്നു, You have not seen Jesus. നാം യേശുവിനെ കണ്ടിട്ടില്ല. You have not met Jesus. നാം യേശുവുമായി സന്ധിച്ചിട്ടില്ല. You don't have any connection with Jesus. യേശുവുമായി ഒരു ബന്ധവുമില്ല. But you love him more than anything else. പക്ഷേ മറ്റെന്തിനേക്കാളും അധികമായി, ആരെക്കാളും അധികമായി യേശുവിനെ സ്നേഹിക്കുന്നു. We need passion in our life. നമ്മുടെ ജീവിതത്തിൽ യേശുവിനോട് ഒരു ആവേശം ഉണ്ടാകണം. That without passion, God doesn't work anything. ആവേശമില്ലാതെ ദൈവം ഒന്നും ചെയ്യില്ല. There is a verse in the Bible which says like this. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, The kingdom of God is coming powerfully, ദൈവരാജ്യം ശക്തിയോടെ വരുന്നു, and violent people are taking hold of it. ബലാത്കാരികൾ അതിനെ കൈവശമാക്കുന്നു. I belong to New India Church of God. ഞാൻ ന്യൂ ഇന്ത്യ സഭയുടെ ഒരു വ്യക്തിയാണ്. Pastor V.A. Thambi, you may be knowing about him. ഒരുപക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ്റ്റർ വി.എ. തമ്പി അവരെ കുറിച്ച് He അറിയാം. was not a highly educated man. താൻ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള He ഒരു was മനുഷ്യനല്ല. not a big theologian. താൻ ഒരു വലിയ But he had വേദശാസ്ത്രജ്ഞനായിരുന്നില്ല. a passion for Christ. എന്നാൽ താൻ കർത്താവിന് വേണ്ടി ആവേശമുള്ള He ഒരു has a zeal for മനുഷ്യനായിരുന്നു. Christ. കർത്താവിന് വേണ്ടി ഒരു ജ്വലനം തന്നിൽ Spirit of the ഉണ്ടായിരുന്നു. Lord is asking me today to tell you today, ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കുവാൻ ദൈവം എന്നോട് പറയുന്നത്, we need a passion for Christ. നമുക്ക് കർത്താവിന് വേണ്ടിയുള്ള ഒരു ആവേശമുണ്ടോ? I need Christ. എനിക്ക് യേശുവിനെ വേണം. Shadrach, Meshach, Abednego, you remember? നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, ശദ്രക് മേശക് അബേദ്നെഗോ. And he says our God will deliver us. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കും. And after that they say like this, അത് കഴിഞ്ഞവർ ഇങ്ങനെ പറഞ്ഞു, even if he doesn't deliver us, ഇനി വിടുവിച്ചില്ലെങ്കിലും oh king, make sure that we are not going to bow down here. രാജാവ് അറിഞ്ഞുകൊള്ളണം, ഞങ്ങൾ ഒരിക്കലും അങ്ങയുടെ ബിംബത്തിന് മുമ്പിൽ നമസ്കരിക്കില്ല. We need that kind of passion in our life. അങ്ങനത്തെ ആവേശമാണ് നമുക്ക് And വേണ്ടത്. after that what has happened? അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? They were there in the fire. അവരിതാ തീക്കകത്ത് വീണു. 3 were thrown in the fire. 3 പേരാണ് തീക്കകത്ത് എറിയപ്പെട്ടത്. But the 4th one was walking over there. എന്നാൽ നാലാമത് ഒരുവൻ അവരോട് കൂടെ നടന്നു. Hallelujah. 4th one is with you. നാലാമൻ നമ്മോട് കൂടെയുണ്ട്. Passion helps to bring the 4th one in your life. പ്രശ്നങ്ങൾ നാലാമനെ നമ്മുടെ കൂടെ കൊണ്ടുവരും. We need that passion. ആ ആവേശമാണ് നമുക്ക് I വേണ്ടത്. will live for Christ. ഞാൻ യേശുവിന് വേണ്ടി I will ജീവിക്കും. die for ഞാൻ Christ. യേശുവിന് വേണ്ടി മരിക്കും. Christ, 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 Christ. ക്രിസ്തു 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 ക്രിസ്തു. Whether you heal or don't heal, അങ്ങനെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിലോ, deliver or not deliver, വിടുവിച്ചാലും ഇല്ലെങ്കിലോ, very miracle happen or no miracle, അത്ഭുതം നടന്നാലും ഇല്ലെങ്കിലോ, Jesus, Jesus, Jesus. യേശു യേശു യേശു. When you have got that passion in our life, ആ ആവേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ God will do the miracle in our life. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം Shadrach, ചെയ്യും. Meshach, Abednego said like this, ശദ്രക് മേശക് അബേദ്നെഗോ ഇങ്ങനെ പറഞ്ഞു, because of our passion, ഞങ്ങളുടെ ആവേശം കൊണ്ട് 4th one has come down. ഇതാ നാലാമത് ഒരുവൻ അവിടെ വന്നു. We need to have a passion in our lives. നമ്മുടെ ജീവിതത്തിൽ ആവേശം വേണം. Sometimes we are very much passive. ചില സമയത്ത് നമ്മൾ ഒത്തിരി തണുത്തവരാണ്. Oh, let it go like that. അത് പോകട്ടെ പോകട്ടെ പോകട്ടെ. We are going to pray now. നാം പ്രാർത്ഥിക്കുവാൻ So പോകുകയാണ്. our time is running now. നമ്മുടെ സമയം കടന്നു പോകുന്നു. How many are happy to stay a few more minutes? ചില മിനിറ്റുകൾ കൂടെ ഇരിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് സന്തോഷമുണ്ട്? How many are happy? എത്ര പേര് സന്തോഷമുണ്ട്? And I think many are happy. നിങ്ങളിൽ ഒത്തിരി പേർക്ക് സന്തോഷമുണ്ടെന്ന് എനിക്ക് Many are മനസ്സിലാകുന്നു. not happy. മറ്റു പലർക്കും സന്തോഷമില്ല എന്നും എനിക്കറിയാം. I was a pastor for many years in Kerala. ഞാൻ കേരളത്തിൽ അധികം നാളുകൾ ഒരു പാസ്റ്ററായി ഇരുന്നതാണ്. There are different types of hallelujah. ഒത്തിരി തരത്തിലുള്ള ഹല്ലേലൂയകളുണ്ട്. Sometimes there was a believer in our church in Kerala. ഞങ്ങൾ കേരളത്തിലെ ഞങ്ങളുടെ ഒരു സഭയിൽ ഒരു വിശ്വാസി ഉണ്ടായിരുന്നു. Whenever his time is saving, he used to say hallelujah, hallelujah, hallelujah. He used to say. ചില സമയങ്ങളിൽ സന്ദേശത്തിന്റെ ഇടയിൽ പുള്ളി ഹല്ലേലൂയ 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 എന്ന് He പറയും. used to say from the left hand hallelujah, hallelujah, തന്റെ hallelujah. ഇടത്ത് കൈ കൊണ്ടാണ് ഹല്ലേലൂയ 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 എന്ന് പറയുന്നത്.
because watch was there in the left hand. കാരണം തന്റെ ഇടത്ത് കൈയിലാണ് വാച്ച് ഇരിക്കുന്നത്. And I started giving the name for that hallelujah as a break hallelujah. ഞാൻ ആ ഹല്ലേലൂയയ്ക്ക് ഒരു പേര് കൊടുത്തു, വിരാമത്തിന്റെ ഹല്ലേലൂയ എന്ന്. Hallelujah. ആമേൻ. You want to say that hallelujah? അങ്ങനത്തെ ഹല്ലേലൂയ പറയാൻ ആഗ്രഹമുണ്ടോ? Say loudly, I want to receive the word of God. എന്ന് ഉറക്കെ പറഞ്ഞാട്ട് എനിക്ക് ദൈവവചനം പ്രാപിക്കണം. Today God is going to do the wonders in our life. ഇന്ന് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ God is പോകുകയാണ്. going to do the wonder in my life. ദൈവം എന്റെ ജീവിതത്തിൽ അത്ഭുതം We ചെയ്യുവാൻ need the പോകുകയാണ്. power. Faith has a power. വിശ്വാസത്തിന് ഒരു ശക്തിയുണ്ട്. Faith needs the purity. വിശ്വാസത്തിന് നിർമ്മലത Faith ആവശ്യമാണ്. also need a passion. വിശ്വാസത്തിന് ഒരു ആവേശം Without ആവശ്യമാണ്. passion, God doesn't do anything. ഇതില്ലാതെ കർത്താവ് ഒന്നും ചെയ്യില്ല. I am a pastor for the last 46 years. കഴിഞ്ഞ 46 വർഷമായി ഞാൻ ഒരു I പാസ്റ്ററാണ്. have traveled many places. ഞാൻ ഒത്തിരി ഇടങ്ങളിൽ യാത്ര I have ചെയ്തിട്ടുണ്ട്. seen many churches. ഞാൻ ഒത്തിരി സഭകൾ I have കണ്ടിട്ടുണ്ട്. seen many ministers. ഞാൻ ഒത്തിരി ശുശ്രൂഷകരെ One കണ്ടിട്ടുണ്ട്. thing I have observed in my life, ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ നിരീക്ഷിച്ചത്, people who have passion in their life, they have accomplished great things in their life. ജീവിതത്തിൽ ആവേശമുള്ളവർ Hallelujah. ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്. My brothers and sisters, എന്റെ പ്രിയ സഹോദരങ്ങളെ, my mother and my father, എന്റെ പിതാവേ മാതാവേ, let's pray to God. നമുക്ക് ദൈവത്തോട് Lord, പ്രാർത്ഥിക്കാം. I need a passion. കർത്താവേ, എനിക്കൊരു ആവേശം I വേണം. need a passion. എനിക്കൊരു ആവേശം Do the വേണം. miracle in my life. എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ. When you pray like that, അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ God will do the miracle. ദൈവം അത്ഭുതം ചെയ്യും. Hallelujah. We are going to pray നാം now. പ്രാർത്ഥിക്കുവാൻ One more പോകുകയാണ്. thing I want to say and conclude now ഒരു here. കാര്യം കൂടെ പറഞ്ഞു ഞാൻ ഇവിടെ സമാപനം കുറിക്കട്ടെ. I call it the purpose of our faith. അതിനെ ഞാൻ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയും. What is the goal or the purpose of our faith? എന്താണ് നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം Verse അല്ലെ 9, if ഉദ്ദേശം? you read very carefully, if you read verse 9 very carefully, 9-ാം വാക്യം നാം വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ, the purpose of our faith is the salvation of our soul. നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം എന്ന് We പറയുന്നത്. need miracles in our life. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആവശ്യമാണ്. I need miracle in our life. എന്റെ ജീവിതത്തിൽ അത്ഭുതം വേണം. But what is the real purpose of our faith? എന്നാൽ എന്റെ വിശ്വാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? After I die, ഞാൻ മരിച്ചാൽ I should go to the presence of God. ഞാൻ ദൈവസന്നിധിയിൽ ചെല്ലണം. My brothers, sisters listening to me today, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, if you have not come to the presence of the Lord so far, ഇതുവരെയും നിങ്ങൾ ദൈവസന്നിധിയിൽ വന്നിട്ടില്ല, the Lord is asking you. ദൈവം നിങ്ങളോട് ചോദിക്കുന്നു. When a paralytic man was brought before Jesus Christ, പക്ഷപാതക്കാരനായ ഒരു മനുഷ്യനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ before he could heal him, യേശുവിനെ സൗഖ്യമാക്കുന്നതിന് you know what did Jesus do? യേശു എന്താ ചെയ്തെന്നറിയാമോ? Go, your sins are forgiven. നീ പോകുക, നിന്റെ പാപങ്ങൾ The ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. purpose of our faith is the salvation of our soul. നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉദ്ദേശം. Shall we all stand up together? നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് Let us look to God. നമുക്ക് ദൈവത്തിലേക്ക് We are asking the blessings of the Lord this morning to fall down in our life. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ അനുഗ്രഹം വീഴുവാനായി നാം ചോദിക്കുക. God, I need your power in my life. കർത്താവേ, എനിക്ക് എന്റെ ജീവിതത്തിൽ അങ്ങയുടെ ശക്തി വേണം. Hallelujah. Amen. Say loudly, hallelujah. ഉറക്കെ പറഞ്ഞാട്ട് ഹല്ലേലൂയ. Shall we clap our hands and give glory to കരങ്ങളെ God? അടിച്ച് ദൈവത്തിന് ഒരു മഹത്വം കൊടുക്കുക. Hallelujah, Hallelujah. hallelujah, hallelujah, Hallelujah. hallelujah, Hallelujah. hallelujah. നന്ദി Glory be to കർത്താവേ. God. നന്ദി കർത്താവേ. Stotra, Thank stotra. you, Jesus. I request singing team to sing one song and we are going to worship and I'm going to pray for you today. നാം ഒരുമിച്ച് ഒരു പാട്ട് പാടി നാം ആരാധിച്ച് ഞാൻ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുകയാണ്. Listen, couple of things I want to talk to you. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ശ്രദ്ധിക്കുക. Very, very simple. വളരെ ലളിതം. I have experienced that. ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. And I have seen that is happening in the congregation wherever I have preached. ഞാൻ പോയി പ്രസംഗിച്ചിട്ടുള്ള കൂട്ടങ്ങളിലൊക്കെ അത് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I know that you are senior people. എനിക്കറിയാം നിങ്ങളൊക്കെ വളരെ മുതിർന്നവരാണ്. I know that you know the word of God. നിങ്ങൾക്ക് ദൈവവചനം അറിയാമെന്നും I എനിക്കറിയാം. know that you are rich in your Christian experience. നിങ്ങൾ നിങ്ങളുടെ ക്രിസ്തീയ അനുഭവങ്ങളിൽ വളരെ സമ്പന്നരാണെന്ന് Would you എനിക്കറിയാം. please do one thing today? എന്നാൽ നിങ്ങൾ ഒരു കാര്യം ഇന്ന് And you can experience the miracle right here. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് അത്ഭുതം അനുഭവിക്കുവാൻ Number one. ഒന്നാമത്തെ കാര്യം, Bring the issue which is troubling you right in front of you when we are praying.
നാം പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങളെ അലട്ടുന്ന നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് നിങ്ങളുടെ മുൻപിൽ നിങ്ങൾ കൊണ്ടുവരിക. Maybe sickness like cancer. ഒരുപക്ഷെ ക്യാൻസർ പോലെയുള്ള രോഗമാകാം. Maybe the people who are constantly opposing. ഒരുപക്ഷെ നിങ്ങളെ നിരന്തരമായി എതിർക്കുന്ന വ്യക്തികളാകാം. Maybe the family problem. ഒരുപക്ഷെ കുടുംബ പ്രശ്നമാകാം. Whatever may be the problem, എന്ത് പ്രശ്നമാണെങ്കിലും bring those things right now in front of you. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് ആ വിഷയങ്ങൾ I have കൊണ്ടുവരിക. done that in my life. ഞാൻ അതെന്റെ ജീവിതത്തിൽ I have ചെയ്തിട്ടുണ്ട്. experienced that in my life. ഞാൻ എന്റെ ജീവിതത്തിൽ Today അനുഭവിച്ചിട്ടുണ്ട്. you are going to experience ഇന്ന് that. നിങ്ങൾ അത് അനുഭവിക്കുവാൻ പോകുകയാണ്. Lord, this is the problem. കർത്താവേ, ഇതാണ് എന്റെ പ്രശ്നം. This is the issue. ഇതാണ് എന്റെ വിഷയം. This is the trouble. ഇതാണ് എന്റെ പ്രശ്നം. This is what putting me down. ഇതാണ് എന്നെ താഴേക്ക് വലിക്കുന്നത്. I bring it to your അത് presence. ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു. That is number one. അത് ഒന്നാമത്തെ കാര്യം. Number two, രണ്ടാമത്തെ കാര്യം, you pray for what you are asking for that. നിങ്ങൾ എന്തിനു വേണ്ടി ചോദിക്കുന്നു അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. And if it is possible, place your hand wherever you feel sick in your body. നിങ്ങൾ ഒരുപക്ഷെ ശരീരത്തിൽ രോഗിയാണെങ്കിൽ നിങ്ങളുടെ ആ രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കുക. Healing happens in our life. നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യം സംഭവിക്കും. When we are hearing the word, healing takes place. നിങ്ങൾ വചനം കേൾക്കുമ്പോൾ സൗഖ്യം When സംഭവിക്കും. we are worshiping God, healing takes place. നമ്മൾ ആരാധിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കും. When we are sitting in the presence of God, healing takes place. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ സൗഖ്യം When we are സംഭവിക്കും. going, healing takes place. നമ്മൾ പോകുന്ന വഴിയിൽ സൗഖ്യം സംഭവിക്കും. Because Jesus is a healer. കാരണം Yes. യേശുവാണ് സൗഖ്യദായകൻ. Jesus is a healer. യേശു സൗഖ്യദായകൻ. Jesus is a healer. യേശു സൗഖ്യദായകൻ. Give a clap offering to the Lord and worship the Lord. കരങ്ങളെ അടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Hallelujah. 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 Thank you, Jesus. നന്ദി കർത്താവേ. Amen. Join together. നമുക്ക് ചേർന്ന് Yes. ചേർന്ന് Yes. യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ. Hallelujah. Jayam. Hallelujah. യേശു കർത്താവ് ജീവിക്കുന്നു. Hallelujah. Jayam. Hallelujah. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു യത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും. രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണത്തിൻ കോരതര വിഷപ്പല്ലു തകർന്നതാകയാ. കൊല്ലുന്ന മരണത്തിൻ വിഷപ്പല്ലു തകർന്നതാകയാ. എനിക്കെല്ലും ഭയം ഇല്ല മൃത്യുവിനെ നമ്മൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. യേശു ജീവിക്കുന്നായതിനാ ഞാനും എന്നേക്കും ജീവിക്കയാ. ഇനി തന്നെ ഒരു ജീവിതം എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ. ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. 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 ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു.
Worship the Lord. Worship the Lord. The Lord is here in our midst. He is going to do the wonders in our lives. Worship the Lord. Open your mouth and worship the Lord. Healing. We need deliverance, God. Father, touch, minister thy people. Jesus. Glory be to God. Glory be to God. Glory be to God. Hallelujah. Hallelujah. In Jesus' name. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. Loving Lord, our Heavenly Father, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ I am സ്വർഗീയ committing പിതാവേ, thy children today. ഇന്ന് പകൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിൽ Let your healing come down. അങ്ങയുടെ സൗഖ്യം ഇറങ്ങി Let വരട്ടെ. your deliverance come down അങ്ങയുടെ today. വിടുതൽ ഇറങ്ങി വരട്ടെ. We want to see the miracle in their lives, O അവരുടെ God. ജീവിതങ്ങളിൽ ഇന്ന് പകൽ അത്ഭുതങ്ങൾ Whatever the സംഭവിക്കട്ടെ. problem they are going through, അവർ കടന്നു പോകുന്ന ഏത് whatever പ്രശ്നമായാലും issues they are facing in their lives, അവരുടെ ജീവിതത്തിൽ അവർ നേരിടുന്ന ഏത് whatever വിഷയമായാലും mountains standing in front of them, അവരുടെ മുൻപിൽ നിൽക്കുന്ന ഏത് പർവ്വതമായാലും right now, ഇപ്പോൾ in the name of Jesus, യേശുക്രിസ്തുവിന്റെ let നാമത്തിൽ there be healing right now. അവരുടെ മേൽ സൗഖ്യം വരട്ടെ. Let there be deliverance, O God. ഒരു വലിയ വിടുതൽ Let സംഭവിക്കട്ടെ. there be deliverance today. വിടുതൽ സംഭവിക്കട്ടെ. Thank you, God, for delivering. നന്ദി കർത്താവേ. Thank you, Lord, for the miracle. അത്ഭുതങ്ങൾക്കായി Thank നന്ദി you കർത്താവേ. for healing, O God. സൗഖ്യങ്ങൾക്കായി നന്ദി കർത്താവേ. In Jesus' name, we യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. pray. Amen. ആമേൻ. Amen. 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 Loudly, amen. ഉറക്കെ പറഞ്ഞാട്ടെ. Amen. 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 Jesus has done the miracle. യേശു അത്ഭുതങ്ങൾ I ചെയ്തിട്ടുണ്ട്. sincerely believe from the bottom of my heart. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നു. Spirit of the Lord has touched you. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ And you are going to സ്പർശിച്ചിട്ടുണ്ട്. experience that miracle in the days to come. നിങ്ങൾ ഈ വരും ദിവസങ്ങളിൽ അത്ഭുതം കാണോ. May God Almighty bless you. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. One more thing I want to say and conclude. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ How വാക്കുകൾക്ക് many you are വിരാമമിടാം. ready to bring at least one person extra in the evening? ഒരാളെ കൂടെ അധികമായിട്ട് നിങ്ങളോടൊപ്പം ഇന്ന് വൈകിട്ട് എത്ര പേർ കൊണ്ടുവരുവാൻ Before that, തയ്യാറാണ്? let me ask one thing. അതിനു മുൻപ് ഒരു കാര്യം ചോദിക്കട്ടെ. Sincerely I'm asking, വളരെ ആത്മാർത്ഥതയോടെ ചോദിക്കുക. how many you blessed today? ഇന്ന് പകൽ എത്ര പേർ അനുഗ്രഹിക്കപ്പെട്ടു? Please raise your hand if you are sincere. അനുഗ്രഹിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം If കരങ്ങൾ you ഉയർത്തിക്കാട്ടെ. believe that you are blessed, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ please bring someone today. ഒരാളെ കൂടെ നിങ്ങൾ വൈകിട്ട് കൊണ്ടുവരിക. And you can see the deliverance in your life. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം When കാണും. you see the deliverance in the lives of the others, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതം കാണുമ്പോൾ the deliverance will come to your life. അത് നിങ്ങളുടെ ജീവിതത്തിലേക്കും വരും. Bring today and we will pray for the sick people. Tonight I am going to share my testimony. ഇന്ന് വൈകിട്ട് നമ്മൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വൈകിട്ട് ഞാൻ എന്റെ സാക്ഷ്യം പങ്കുവെക്കും. God is with us. ദൈവം നമ്മോട് കൂടെയുണ്ട്. Let us go with this might. ഈ ഒരു ശക്തിയോടെ പോകാം. Shall we put our hands together and give കരങ്ങളെ glory to അടിച്ചു God? ദൈവത്തിന് മഹത്വം കൊടുക്കാം. Thank you. ഹല്ലേലൂയ.